അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ഈ പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക എന്ന് എബ്രായ ലേഖനകർത്താവ് പറയുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. 6-ാം അധ്യായം തുടങ്ങുന്നത് അതുകൊണ്ട് എന്നൊരു വാക്കുകൊണ്ടാണ്. അതിൻ്റെ പുറകിലോട്ടാണ് അതിൻ്റെ കാരണം. എന്തുകൊണ്ടാണ് നമ്മൾ പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ ഉത്സാഹിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമുക്ക് 5:11 മുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്. അതായത് വളരെ മാർമികമായ, വളരെ പ്രധാനപ്പെട്ട സുവിശേഷം വിശ്വാസ ജീവിതത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് പറഞ്ഞിട്ട്, പൗലോസ് എന്ന് ഞാൻ പറഞ്ഞത് എബ്രായ ലേഖനം എഴുതിയത് പൗലോസ് എന്ന് അവിടെ എഴുതിയിട്ടില്ലെങ്കിലും പൗലോസിൻ്റെ അടുത്ത ഏതെങ്കിലും ശിഷ്യനോ ഇത് എഴുതി ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട്. അപ്പം വളരെ പറയാനുണ്ട്. വളരെ നിർണായകമായ, വളരെ പ്രധാനമായ കുറേ കാര്യങ്ങളെ പറഞ്ഞ ശേഷമാണ്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യമുള്ളവരായതുകൊണ്ട്, അതായത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ചെവി ഇല്ലാത്തത് കൊണ്ട് തെളിയിച്ചു തരാൻ പ്രയാസമാണ്. ഇപ്പം മുഴുവൻ പറഞ്ഞു തരാൻ പറ്റുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത്. അതിൻ്റെ കാരണം, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. അപ്പം നീതിയുടെ വചനത്തിൽ പരിചയമുണ്ടായി, നന്മയും തിന്മയും എന്തെന്ന് നീതിയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണുമ്പോഴേ ഗ്രഹിക്കാൻ, ഇന്ദ്രിയങ്ങളാൽ തന്നെ ഗ്രഹിക്കാൻ, കേൾക്കുമ്പോഴേ അത് തിരിച്ചറിയാൻ, ആത്മാവിൽ നിന്ന് വരുന്നതെന്ത്, പ്രാണനിൽ നിന്ന് വരുന്നതെന്തെന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ അഭ്യാസം ഉള്ളവരായി പ്രായം തികഞ്ഞ ആളുകളോട് മാത്രമേ വലിയ വലിയ കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അത് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ലാത്തതിൻ്റെ കാരണം വിശ്വാസികളുടെ ചെവി മന്ദമായി പോയി എന്നുള്ളതാണ് എന്ന് പൗലോസ് പറയും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഈ അടിസ്ഥാനങ്ങൾ വീണ്ടും വീണ്ടും ഇടാതെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ വേണ്ടി ഉത്സാഹിക്കുക. കാരണം ആ ഒരു ജീവിതത്തിലാണ് ഇനി അങ്ങോട്ടുള്ള പാഠങ്ങൾ മുഴുവൻ കിടക്കുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വളരെ 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 നമ്മളെ രസിപ്പിക്കുന്ന, ത്രസിപ്പിക്കുന്ന, നമ്മെ കൊതിപ്പിക്കുന്ന ഒത്തിരി സത്യങ്ങൾ അടങ്ങിയിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതൊന്നും ഗ്രഹിക്കാൻ പറ്റാത്ത ഒരു ശൈശവാവസ്ഥ നമ്മളിൽ വിശ്വാസികളിൽ പലർക്കുമുണ്ട്, ഇവൻ പാസ്റ്റേഴ്സിനുമുണ്ട്. ഈ ശൈശവാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പലപ്പോഴും പ്രയാസമാണ്. കാരണം വളരെ വർഷങ്ങളായിട്ടും നമുക്കൊന്നും കാര്യമായി മനസ്സിലാകുന്നില്ല, നമുക്കൊന്നും കാര്യമായ വ്യത്യാസവും വരുന്നില്ല. ഇതെത്രയോ വർഷങ്ങളായി പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നു. നാളെ തൊട്ട് നന്നാവും, നാളെ തൊട്ട് കുറച്ചുകൂടെ ബൈബിൾ വായിക്കും, നാളെ കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം, നാളെ അടുത്ത വർഷം തൊട്ട് ഞാൻ കുറച്ചുകൂടെ നന്നായിരിക്കും, കുറച്ചുകൂടെ സുവിശേഷം പറയും. ഒന്നും നടക്കാറില്ല. അത് നമ്മുടെ പ്രത്യേകമായൊരു സ്വഭാവവിശേഷമാണ്. എത്ര തീരുമാനം എടുത്താലും ഒന്നും നടക്കാറില്ല എന്നുള്ളത്. അതുകൊണ്ട് എത്ര വർഷം കഴിഞ്ഞാലും ഈ ശൈശവപ്രായത്തിൽ നിന്ന് വിട്ടുപോകാൻ കേൾവിക്കാർ, ഇന്നത്തെ ചർച്ചകളിൽ വലിയൊരു പങ്കിലും സ്റ്റേജിൽ വരുന്ന ഏതാനും പേരൊഴിച്ചാൽ ബാക്കിയുള്ളവരെല്ലാം വന്നിരുന്നിട്ട് പോകുന്നുള്ളല്ല, വലിയ പങ്കൊന്നുമില്ല. അവരങ്ങനെ വർഷങ്ങളായി ഇരിക്കുന്നു, പോകുന്നു. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മാർമിക രഹസ്യങ്ങളെ അറിയാൻ സാധിക്കില്ല. അവരെപ്പോഴും കേൾവിക്കാരും പഠിക്കുന്നവരും പാല് കുടിക്കുന്നവരും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിസ്ഥാനം എന്നത് പാല് കുടിക്കുന്നതിനാണ് അടിസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. പാല് കുടിക്കുന്നതാണ് അടിസ്ഥാനം. അപ്പോൾ അടിസ്ഥാനം വീണിട്ടുണ്ടെങ്കിലേ അതിന് മുകളിലോട്ട് പണിയാൻ പറ്റുള്ളൂ. ഇന്ന് മിക്കവാറും റോഡിൽ കിട്ടുന്നതും വഴിയിൽ കിട്ടുന്നതെല്ലാം പാലും വെള്ളം പോലും അല്ല, അത് ഇത്തിരി മായം കലർന്ന പാലാണ്. നമുക്കറിയാം, അത് എളുപ്പമല്ല നല്ല പാല് കിട്ടാൻ. അപ്പോൾ അടിസ്ഥാനങ്ങൾ പോലും ശരിക്കല്ല വീണിരിക്കുന്നത് പല സ്ഥലത്തും. അതുകൊണ്ട് അടിസ്ഥാനങ്ങൾ ഉറക്കാതെ വരുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും ഈ ഫൗണ്ടേഷൻസ് ഇടാതെ നമുക്കൊരിക്കലും ഇതിൻ്റെ പരിജ്ഞാനത്തിൻ്റെ പൂർത്തിയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കില്ല. വി നീഡ് ടു ഹാവ് എ ഫൗണ്ടേഷൻ, ആൻഡ് ഓൺ ദാറ്റ് ഫൗണ്ടേഷൻ വി ഹാവ് ടു ബിൽഡ്.
അതുകൊണ്ടാണ് ഇവിടെ എബ്രായ ലേഖനത്തിൽ കുറച്ച് ഫൗണ്ടേഷൻസ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇത് വീണ്ടും വീണ്ടും ഇടേണ്ടി വരികയില്ല, ഒരു പ്രാവശ്യം ഇട്ടാൽ. പക്ഷെ നമ്മൾ ഇന്നൊന്ന് പരിശോധിക്കും, ഈ ഫൗണ്ടേഷൻസ് എല്ലാം അവിടെ തന്നെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സത്യം പറഞ്ഞാൽ ഇവിടെ എത്ര എണ്ണമുണ്ട്? നിർജ്ജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷ. 6 പോരെ, 7 വേണമല്ലേ ശരിക്കും. നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ട് അതിനിടയ്ക്ക്, അത് നമ്മൾ കാണാതെ പോയതാണ്. 7 പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ 13 വാക്യത്തിൽ പറയുന്നുണ്ട്, പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയപ്പെടും. അപ്പം നീതിയുടെ വചനം എന്താണെന്നും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ അടിസ്ഥാനങ്ങളുടെ കൂടെ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം നിർജ്ജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം എന്ന വാക്കിലേക്ക് വരാം. അപ്പം നിർജ്ജീവ പ്രവൃത്തികൾ നിർജ്ജീവമാകുന്നത് എപ്പോഴാണ്? ജീവനില്ലാത്ത പ്രവൃത്തികൾ. ഈ ജീവനില്ലാത്ത പ്രവൃത്തികൾ എന്ന് പറയുന്നത്, ജീവൻ എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിലേ ഈ ജീവനുള്ള പ്രവൃത്തിയും ജീവനില്ലാത്ത പ്രവൃത്തിയും തമ്മിൽ വേർതിരിക്കാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും എന്താണ് ജീവൻ? ജീവനുള്ള പ്രവൃത്തി എന്താണ്? ജീവനില്ലാത്ത പ്രവൃത്തി എന്താണ്? ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും. അങ്ങനെ നിർവചിച്ചാൽ ക്രിസ്തു ഇല്ലാത്ത എല്ലാ പ്രവൃത്തികളും നിർജ്ജീവ പ്രവൃത്തികൾ. ഇനി ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം പറഞ്ഞു, നീ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ നീ മരിക്കും. അപ്പം അതുവരെ ഉണ്ടായിരുന്ന ഒരു സാധനം പഴം തിന്നപ്പോൾ പോയി, ജീവൻ. അപ്പോൾ പ്രാണനും ജീവനും ഉണ്ട്. പ്രാണൻ പോയില്ല, ജീവൻ പോയി. പ്രാണൻ പോയിരുന്നെങ്കിൽ അവരെ കുഴിച്ചിടേണ്ടി വന്നേനെ, പക്ഷെ ജീവൻ പോയത് ആരും അറിഞ്ഞിട്ടില്ല. ഈ ജീവൻ എന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തുവിനെ യോഹന്നാൻ പരിചയപ്പെടുത്തുമ്പം യോഹന്നാൻ്റെ സുവിശേഷം 1:4 പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഒരാൾ വേണം ഇങ്ങനെ ചോദിക്കാം, അപ്പം ഞങ്ങളിലൊന്നും ഇതില്ലേ? കാരണം ഞാൻ ഇന്നലെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ വണ്ടിയിൽ എൻ്റെ അടുത്ത് ഒരാളിരിപ്പുണ്ടായിരുന്നു, അയാൾക്ക് ജീവനുണ്ടായിരുന്നു. എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും മനസ്സിലായോ? ജീവൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടേണ്ട കാര്യമുള്ളൂ. ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വാർത്തയല്ല. എന്നാൽ യോഹന്നാൻ യേശുവിൻ്റെ കൂടെ ജീവിച്ച 65 വർഷങ്ങൾക്ക് ശേഷം പറയുകയാണ്, 65 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കൂടെ ഒരാളുണ്ടായിരുന്നു, ആ ആൾക്ക് ജീവനുണ്ടായിരുന്നു. അപ്പോൾ ഈ ജീവൻ എന്ന വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വിചാരിക്കാത്ത ഒരു കാര്യമാണ്, നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. ജീവൻ എന്ന് പറയുന്നത് ഒരു വാക്യം കൊണ്ട് നമുക്ക് വായിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 6:63 പറയുന്നു, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. ഇനി നിക്കോദെമോസിനോട് കർത്താവ് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചിട്ടല്ലാതെ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. അപ്പോൾ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക, ഒരു ജീവനെ പ്രാപിക്കുക. അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന ജീവൻ എന്ന് പറയുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പ്രാണന. ജീവൻ പോയി എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്ന പ്രാണൻ പോയി എന്നാണ്. പക്ഷേ ബൈബിളിൽ ഉൽപ്പത്തിയിൽ തന്നെ ദൈവം മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കുമ്പോൾ അവൻ ജീവനുള്ള ഒരു ദേഹി ആയിത്തീർന്നു. ദേഹി എന്ന് പറയുന്ന പ്രാണനാണ്. ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജീവനുള്ള പ്രാണനായി തീർന്നു. അപ്പോൾ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ജീവനെക്കുറിച്ച് ഒരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചവനായ യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പം നിത്യമായ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? 3-ാം വാക്യം, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാണ്. അപ്പോൾ കുറേ വാക്യങ്ങൾ നമ്മൾ ജീവൻ എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വായിച്ചു. ഒന്നത് വെളിച്ചം പോലെയാണ്, മറ്റൊന്ന് അത്
യേശുവിനുണ്ടായിരുന്നതും നമുക്കില്ലാതിരുന്നതുമായ ഒരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ വായിച്ചത് അത് ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചുമുള്ള അറിവാണ്. ഇങ്ങനെ അനേകം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് യേശു തന്നെ പറഞ്ഞു, ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. അപ്പോൾ അനേകം കാര്യങ്ങളിൽ ആ യേശുവിൻ്റെ ജീവൻ അത് നമ്മളിൽ നിന്നും സാധാരണഗതിയിലുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്നും വളരെ അകലെയാണ്, വളരെ വ്യത്യാസമുള്ളതാണ് എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് ജീവനെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അതിനു മുമ്പ് നമുക്ക് ഈ ജീവൻ വെളിച്ചം പോലെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യർക്ക് വെളിച്ചമായിരുന്നു. അപ്പോൾ യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യർക്ക് വെളിച്ചമായിരുന്നു. വെളിച്ചത്തിൻ്റെ പ്രത്യേകത എന്താ? അത് ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളിനോ അതിനെ കീഴടക്കാൻ കഴിയത്തില്ല. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ ലൈറ്റ് പോലെയാണ്, അതെത്ര ഇരുൾ വന്നാലും കത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവൻ നമുക്കുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ജീവൻ ലൈറ്റ് പോലെയല്ല. ആണോ? ലൈറ്റ് പോലെയാണെങ്കിൽ ഇരുട്ടിലും കത്തുമായിരുന്നു. പക്ഷെ നമുക്കിപ്പം ഇങ്ങോട്ടാണെങ്കിലും ലൈറ്റ് അടിച്ച് കാണിച്ചെങ്കിൽ അങ്ങോട്ടും അടിക്കാൻ പറ്റുള്ളൂ. റിഫ്ലക്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, പ്രതിഫലിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആരെങ്കിലും ഇങ്ങോട്ട് നോക്കി ചിരിച്ചാൽ മാത്രമേ തിരിച്ചിരിക്കാൻ പറ്റുള്ളൂ. ആരെങ്കിലും ഇങ്ങോട്ട് സ്നേഹം കാണിച്ചെങ്കിൽ മാത്രമേ തിരിച്ച് സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായി ഇത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. അത് മനഃശാസ്ത്രപരമായിട്ട് അങ്ങനെ തന്നെ. ചെറുപ്പം തൊട്ടേ സ്നേഹം കിട്ടാതെ നടന്ന ആളുകൾക്ക് ആരെ സ്നേഹിക്കാൻ പറ്റില്ല. പിന്നെ കർത്താവിൽ നിന്ന് വലിയൊരളവ് സ്നേഹം പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് സ്വതവേ എന്തില്ല, വെളിച്ചം ഉണ്ടാക്കാൻ സാധിക്കും. വെളിച്ചം ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇരുട്ടിലും അത് കത്തിയേനെ. പക്ഷെ നമുക്ക് ഇരുട്ടിൽ കത്താൻ പറ്റില്ല. ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് വെളിച്ചം അടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ച് വെളിച്ചം അടിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ റിഫ്ലക്റ്റിംഗ് ലൈറ്റ്സ് ഉണ്ട് അല്ലേ? ചിലപ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിക്കായിരുന്നു എവിടെ നിന്നാണ് ഇത്ര എനർജി ഈ ലൈറ്റ് കത്തിക്കാൻ. പിന്നെ മനസ്സിലായത് എൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴേക്കും അതെല്ലാം ഓഫായിക്കണം. അപ്പം അതിന് സ്വന്തമേ ഒന്നുമില്ല. നമ്മൾ ലൈറ്റ് അടിച്ചാൽ തിരിച്ചടിക്കും. ഇങ്ങനെയുള്ളവരാണ് നമ്മളെല്ലാവരും. ആരെങ്കിലും ഒന്ന് ഹലോ ബ്രദർ എന്തുകൊണ്ട് വിശേഷം ചോദിക്കുവാണെങ്കിൽ പറയാം. അവൻ എന്നെ കാണുമ്പോൾ മുഖം ഇരുട്ടിപ്പിച്ച് പോവുകയാണെങ്കിൽ ഞാൻ പിന്നെ അവനെ നോക്കേണ്ട കാര്യമില്ല. കാരണം അപ്പോൾ അവൻ ഓഫാണെങ്കിൽ ഞാനും ഓഫാണ്, അവൻ ഓണാണെങ്കിൽ ഞാനും ഓണാണ്. അപ്പോൾ നമുക്ക് ഇരുട്ടിൽ പ്രകാശിക്കുന്ന വെളിച്ചം ഇല്ല. യേശു ഒരു ദിവസം യെരുശലേമിലേക്ക് പോയപ്പോൾ അവന് വിശന്നപ്പോൾ വഴിയരികിൽ അത്തിമരം നിൽപ്പുണ്ടായിരുന്നു. അത്തിമരത്തോട് കർത്താവ് പഴം ചോദിച്ചു, പഴമില്ലായിരുന്നു. യേശു പറഞ്ഞു, ഇനി മേലാൽ നീ ആർക്കും ഫലം കൊടുക്കാതെ പോകട്ടെ. അപ്പോൾ അത് ഉണങ്ങിപ്പോയി അല്ലേ? എന്നാൽ അത്തിപ്പഴത്തിൻ്റെ സീസൺ അല്ലായിരുന്നു എൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത്തിപ്പഴത്തിൻ്റെ സീസൺ അല്ലായിരുന്നെങ്കിൽ എന്തിനാണ് കർത്താവ് അതിനെ ശപിച്ചത്? ചില ആൾക്കാർ പറയുന്ന സീസൺ അല്ലായിരുന്നെങ്കിൽ അതിനകത്ത് 2-3 കായൊക്കെ കണ്ടേനെ. പക്ഷേ അങ്ങനെ കാണുമായിരുന്നെങ്കിൽ പിന്നെ സീസൺ അല്ലായിരുന്നു എന്ന് പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല. സീസൺ അല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ അർത്ഥം? പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന്. അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് തന്നെ. എനിക്ക് ആദ്യം ഇതൊരു വലിയ മിസ്റ്ററി ആയിരുന്നു. എന്തുകൊണ്ട്? പിന്നെ മനസ്സിലായത് ദൈവം എപ്പോഴും അങ്ങനെ ചോദിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കർത്താവ് വന്നിട്ട് എന്ത് ചെയ്യണം നിൻ്റെ ഫലമൊന്നും ചോദിക്കത്തില്ല. കർത്താവ് ചോദിക്കുന്നത് വേറൊരു സമയത്താണ്. എന്നെ ഉപദ്രവിക്കുന്ന ഒരാൾ എൻ്റെ അടുത്ത് വരുമ്പോൾ, എന്നെക്കുറിച്ച് ദൂഷണം പറയുന്ന ഒരാൾ എൻ്റെ അടുത്ത് വരുമ്പോൾ എന്നോട് ചോദിക്കും, എന്തിനാ നിൻ്റെ ഫലം? സ്നേഹം കാണുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ സീസണല്ല, ഇവൻ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫലം കാണിച്ചു തരാം. അപ്പോൾ സീസണിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫലം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് സാഹചര്യം അനുകൂലമാണെങ്കിൽ, വെളിച്ചം ഉണ്ടെങ്കിൽ നമുക്കും വെളിച്ചം കാണിക്കാം. എൻ്റെ അമ്മായിമ്മയ്ക്ക് എന്നോട് സ്നേഹമാണെങ്കിൽ ഞാൻ തിരിച്ച് സ്നേഹിക്കാം. അവരിപ്പം അതും ഇതും പറഞ്ഞാൽ എനിക്ക് എൻ്റെ വയറ് നല്ല വർത്തമാനം വരും എന്ന് പറഞ്ഞതിനർത്ഥം എൻ്റെ അടുത്ത് ലൈറ്റ് ഓഫ് ചെയ്യാൻ ധൈര്യപ്പെട്ട എൻ്റെ ഇരുട്ട് എന്തോരം ഉണ്ടെന്ന് നീ കാണും. അപ്പോൾ ശരിക്കും എന്താ സംഭവം? നമ്മൾ ഈ മനുഷ്യത്വത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നതും ഒക്കെ നല്ല പ്രവൃത്തിയാണെന്ന് വിചാരിച്ച് നമ്മൾ എഴുതി വെച്ചിരിക്കുമോ? പക്ഷേ ഇതൊക്കെ യേശുവിൻ്റെ ജീവനിൽ നിന്ന് വരുന്നതല്ല, അതെല്ലാം നിർജീവ പ്രവൃത്തികളാണ്. ഇനി ഇത് കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് നോക്കാം. കാരണം ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു പാഠമാണ്. അടിസ്ഥാന വേദോപദേശങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും ഫൗണ്ടേഷണൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാപാവസ്ഥയെക്കുറിച്ച് തന്നെയാണ്. അതാണ് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം എന്നുള്ളത് ആദ്യമേ തന്നെ എഴുതിയിരിക്കുന്നത്. ഈ പാപാവസ്ഥ എന്താണ്? റോമാലേഖനത്തിൽ നല്ല വിശദമായ വിശദീകരണം അതിനുണ്ട്. പാപാവസ്ഥ, പാപത്തിൻ്റെ ദാസ്യത്വം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. പാപത്തിൻ്റെ ദാസ്യത്വം എന്ന് പറഞ്ഞാൽ ഐ എം എ സ്ലേവ് ടു സിൻ. പാപം ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിയില്ല. പാപം എന്ന യജമാനന് ഞാൻ അടിമയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പാപമല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുന്നവനല്ല.
ഞാൻ എന്ത് ചെയ്താലും അത് പാപമായിരിക്കും. അതാണ് പാപത്തിൻ്റെ ദാസ്യത്വം. ഓക്കെ, ഈ പാപത്തിൻ്റെ ദാസ്യത്വം എങ്ങനെ വന്നു, അത് എത്ര ആഴത്തിലുണ്ട് അത് നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ പുതിയ നിയമം നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്ന ആ മാനസാന്തരം എന്താണെന്ന്, രക്ഷ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഏറ്റവും ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എങ്ങനെയാണ് നമ്മുടെ അടിമത്തം, പാപത്തോടുള്ള അടിമത്തം വർക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ട് നമുക്ക് സ്വയം അതിനകത്ത് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വയും ജീവിക്കുമ്പോൾ അവരുടെ കർത്താവ് പറഞ്ഞിരുന്നു, തോട്ടത്തിൻ്റെ നടുവിലെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. ആ പഴത്തിൻ്റെ പേരെന്തായിരുന്നു? നന്മ തിന്മകളുടെ തിരിച്ചറിവിൻ്റെ വൃക്ഷം. ഈ നന്മ തിന്മകളുടെ തിരിച്ചറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ എന്താ കുഴപ്പം? നന്മയും തിന്മയും തിരിച്ചറിയും. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞാൽ എന്താ കുഴപ്പം? നല്ല കാര്യമല്ലേ നന്മയും തിന്മയും തിരിച്ചറിയുന്നത്? മോശം കാര്യമാണോ? ഞാനൊരു സ്ഥലത്ത് പോയാൽ എനിക്ക് നല്ലത് ഏത് ചീത്ത ഏതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് നല്ല കാര്യമല്ലേ? പിന്നെ എന്തിനാണ് ദൈവം അത് കഴിക്കരുതെന്ന് അവനോട് പറഞ്ഞത്? അത് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യ സൃഷ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ഒരു ദേവാലയം പോലെയാണ്. അതിൻ്റെ അതിവിശുദ്ധ സ്ഥലവും ഒരു വിശുദ്ധ സ്ഥലവും ഒരു പ്രാകാരവുമുണ്ട്. നമുക്കുള്ള അതിവിശുദ്ധ സ്ഥലമാണ് ആത്മാവെന്ന് പറയുന്നത്. ആത്മാവിലാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപാടുകൾ മുഴുവൻ നടക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നത് നമ്മുടെ ആത്മാവോടാണ്. പ്രാണൻ അല്ലെങ്കിൽ ദേഹി എന്ന് പറയുന്നതാണ് ഞാൻ. അതാണ് ഞാൻ. എൻ്റെ ചിന്തകൾ, വിചാരങ്ങൾ, വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, തീരുമാനങ്ങൾ, അറിവുകൾ, ബുദ്ധി, ഇതെല്ലാം പ്രാണനിലാണ്. പഴം തിന്നുന്നത് വരെ ആദമിൻ്റെ ആത്മാവ് ഓണാണ്. അപ്പോൾ പ്രാണനിൽ എന്ത് ചിന്ത വന്നാലും ആകെ ഒരു വഴിയുള്ളൂ അത് വരാൻ, അത് ആത്മാവിൻ്റെ വഴിയാണ്. കാരണം നന്മ എന്താ തിന്മ എന്താന്ന് ഈ പ്രാണൻ അറിവില്ല. അപ്പോൾ ആദമിന് ആകെ അറിയാവുന്ന എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് എന്ത് പറയുന്നത് മാത്രമേ അറിയുന്നുള്ളൂ. ഇന്ദ്രിയങ്ങൾ കൊണ്ട് പലതും കാണാൻ തിരിച്ചറിയാം, പക്ഷേ അവൻ്റെ ബേസിക് അറിവെന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്ന? ആത്മാവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് വരുന്ന. അപ്പോൾ അവന് ദൈവത്തെ അറിയാം, വേറൊന്നും അറിയില്ല. എന്നാൽ പിശാച് കൊണ്ട് പറയാണ്, നീ ദൈവത്തെ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. നീ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചാൽ നിനക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നീ എപ്പോഴും ഒരു അടിമയായിരിക്കും. അതുകൊണ്ട് ഈ പഴം തിന്നാൽ നിനക്ക് ദൈവത്തിൻ്റെ സഹായമില്ലാതെ തന്നെ നല്ലതേത് ചീത്തയേത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിച്ചാൽ നീ ദൈവത്തെ പോലെ ഇൻഡിപെൻഡൻ്റ് ആകും, സ്വതന്ത്രനാകും. നിനക്ക് പിന്നെ വേറെ ആരുടെ സഹായം ആവശ്യം വരത്തില്ല. വളരെ സന്തോഷം. കാരണം ദൈവം പറയുന്ന മാത്രം കേട്ട് ജീവിക്കേണ്ട, അല്ലേ? സ്വന്തം ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം. ഇന്ന് നമുക്കറിയാം, പണ്ടൊക്കെ ആൺപിള്ളേർ എങ്ങനെയെങ്കിലും അപ്പൻ്റെ അമ്മയുടെയും കൂടെ പറ്റിച്ചേർന്ന് നിന്ന് അന്ന് ഭൂസ്വത്തുക്കളൊക്കെ വീതം വെച്ച് പറ്റുമെങ്കിൽ തറവാട് വീടും കൂടെ അടിച്ചെടുത്ത് അങ്ങനെ ജീവിക്കാനാണ് പിള്ളേർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പെൺപിള്ളേരാണേലും മാക്സിമം വീട്ടിൽ നിന്നിട്ട് അവസാനം പുതിയൊരു വീട്ടിലോട്ട് പോകുന്നവർ അങ്ങനെ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ജനിക്കുന്നതേ അവർക്ക് പറക്കണം എന്നാണ് ആഗ്രഹം. എവിടെന്നെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നാണ് വീട്ടിൽ നിന്ന് പെൺപിള്ളേർ പോലും. അപ്പം ഇത് പഴം എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കൂടുതൽ ശക്തിയായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, അപ്പനും അമ്മയിൽ നിന്ന് പോലും സ്വാതന്ത്ര്യം, സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ബുദ്ധിയും വിവേകവും നമ്മുടെ പിള്ളേർക്ക് തോന്നുന്നില്ല. നിങ്ങളെക്കാൾ വിവരം അവർക്ക് തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ പഴം വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അവർക്ക് നല്ലതും ചീത്തയെന്ന് പറയുന്നത് ഭയങ്കര ഗ്രാസ് പൈപ്പം. അത് ഓരോ പ്രായം ചെല്ലുന്തോറും ഈ പഴത്തിൻ്റെ വിറ്റാമിനും നറിഷ്മെൻറ്റും എല്ലാം കൂടിയാണ് വരുന്നത്, കുറഞ്ഞല്ല വരുന്നത്. കാലങ്ങൾ കടന്നു പോകുന്നതോറും അതങ്ങനെ വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും കണ്ടുപിടുത്തങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നത്. പഴം നല്ല ഭയങ്കര ശക്തിയായിട്ട് അന്ത്യകാലത്ത് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നല്ലതേത് ചീത്തയേതെന്ന് വിവേചിക്കുന്ന ആത്മാവിലല്ല, നല്ലതേത് ചീത്തയേതെന്ന് വിവേചിക്കുന്ന പ്രാണനില്ല, ബുദ്ധിയില്ല, വികാരങ്ങളില്ല. നല്ല പ്രസംഗമായിരുന്നു ബ്രദറെ. അത് പ്രാണനിലാണ് വരുന്നത്, ആത്മാവിലല്ല. ഡ്രസ്സ് തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ ആത്മാവല്ല നമുക്ക് ഡ്രസ്സ് കാണിച്ചു തരുന്നത്, നമ്മുടെ ഇഷ്ടങ്ങൾ, വികാരങ്ങൾ, പ്രാണൻ. ഈ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ ജീവിച്ചപ്പോൾ ആത്മാവിൻ്റെ ഉപയോഗം തന്നെ വളരെ കുറവായിരുന്നു. കാരണം പ്രാണൻ നല്ലപോലെ സഹായിക്കുന്നുണ്ടായിരുന്നു. ബുദ്ധി, വികാരങ്ങൾ, അല്ലേ, ഇഷ്ടങ്ങൾ, ഇതൊക്കെ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ ആ പ്രാണനിൽ തന്നെയായിരുന്നു. സമ്മതിച്ചോ? ആഹാരം ഇത് കഴിക്കണം, പിള്ളേരോട് എന്ത് പറയണം, ഭർത്താവിനോട് എന്ത് പറയണം, ഭാര്യയോട് എന്ത് പറയണം, അയൽവക്കാരുടെ എങ്ങനെ ഇടപെടണം, ചർച്ചിൽ വന്ന് എന്ത് പ്രാർത്ഥിക്കണമെന്നുള്ള പോലും പ്രാണൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പം കാണാപ്പാടമാണ്. എന്ത് പ്രാർത്ഥിക്കണമെന്ന് പോലും പലനാൾ പരിചയം കാരണം ഇപ്പം നമുക്ക് ആത്മാവൊന്നും പറഞ്ഞു തരാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റും.
കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചത്, ഒരു മിഷണറി എന്നോടല്ല എൻ്റെ ഒരു സഹോദരനോട് പറഞ്ഞാൽ, എന്തിനാ ഈ ആത്മാവ്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വഴി ട്രാക്ട് കൊടുക്കണമെങ്കിൽ ആത്മാവ് എന്തിനാ കൊടുത്താൽ പോരെ. എന്ത് മനോഹരമായ കണ്ടുപിടുത്തം. നമുക്ക് ആത്മാവില്ലെങ്കിലും അറിയില്ല. നമ്മൾ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ ആത്മാവില്ലാതെ പറ്റും. നമ്മുടെ കിഡ്നി ദാനം ചെയ്യാൻ പറ്റും ആത്മാവില്ലാതെ. കിഡ്നി ദാനം ചെയ്യാൻ പറ്റും, വീട് എഴുതി കൊടുക്കാൻ പറ്റും. ആത്മാവ് വേണമെന്നൊരു നിർബന്ധമില്ല. കാരണം ഈ ആത്മാവില്ലാത്ത മനുഷ്യൻ, ആത്മാവിന് ജീവനില്ലാത്ത മനുഷ്യൻ, മരണാവസ്ഥയിലുള്ള മനുഷ്യന് നന്മ കൊണ്ടും നമ്മളെ ഞെട്ടിപ്പിക്കാൻ പറ്റും, തിന്മ കൊണ്ടും നമ്മളെ ഞെട്ടിപ്പിക്കാൻ പറ്റും. നന്മ കൊണ്ട് അവർ നമ്മളെ ഞെട്ടിപ്പിക്കുമ്പോൾ നമ്മൾ പറയും, ഇവനൊക്കെ സ്വർഗത്തിൽ പോയില്ലെങ്കിൽ പിന്നെ ആരാ പോകുന്നത്? പോകില്ല. പ്രാണനിലുള്ള നന്മകൾ കൊണ്ടൊന്നും ഒരാൾക്കും സ്വർഗത്തിൽ പോകാൻ സാധിക്കില്ല. ഈ നല്ല പ്രവൃത്തികൾ നമ്മളെ സ്വർഗത്തിലെത്തിക്കില്ല. കാരണം ഇതെല്ലാം ആത്മാവിൽ നിന്ന് വരുന്നതല്ല, ഇതെല്ലാം പ്രാണനിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ശരിക്കും ആദമിനും ഹവ്വയ്ക്കും സംഭവിച്ച പ്രശ്നം എന്ന് പറയുന്നത്, അവരുടെ ആത്മാവ് അണഞ്ഞു പോവുകയും അവർക്കത് ഉപയോഗശൂന്യമാവുകയും അവർ പ്രാണൻ്റെ തീരുമാനങ്ങളാൽ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രാണനിൽ നിന്ന് പ്രസംഗിക്കുകയും ചെയ്യാം. നല്ല 5 പോയിൻ്റ് നല്ലൊരു പുസ്തകത്തിൽ നിന്ന് കോപ്പി ചെയ്താൽ മതി. പിന്നെ 2-3 കഥകളോടെ പറഞ്ഞാൽ പ്രാണനിൽ നല്ല ഒന്നാന്തരം പ്രസംഗവും, അത് ബുദ്ധിപരമായി നല്ല വാഗ്വൈഭവത്തോടെ പറയാൻ അറിയാവുന്നവരാണെങ്കിൽ കേൾക്കുന്നവരെ രസിപ്പിക്കാനും പറ്റും. ഇന്നത്തെ കാലത്ത് ആത്മാവിൻ്റെ കാറ്റടിക്കാത്തത് കൊണ്ട് ശുശ്രൂഷകളിൽ പലതും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളും തമാശ കഥകളും എൻ്റർടൈൻമെൻറ്റും പിന്നെ നമ്മുടെ ജഡീകമായ ആവശ്യങ്ങളുടെ നിറവേറലുമായിട്ട് പ്രാണൻ്റെ തലത്തിൽ തന്നെ ഇങ്ങനെ വ്യാപരിക്കുന്നതായിട്ടാണ് പൊതുവേ നമ്മൾ കാണുന്നത്. ഇപ്പോൾ പ്രാണനിലുള്ള ജീവിതത്തിൻ്റെ 2 പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ ജീവൻ പ്രാണനിലുള്ളതാണോ ആത്മാവിലുള്ളതാണോ തിരിച്ചറിയാൻ വേണ്ടി. ആദവും ഹവ്വയും പ്രാണനിൽ ജീവിച്ചു തുടങ്ങിയപ്പം അവർക്ക് 2 പ്രതിസന്ധികളാണ് ഉണ്ടായത്. ഒന്ന് അവരുടെ നഗ്നതയായിരുന്നു. അത് ഇന്നും നമുക്ക് വേണേൽ പരിശോധിക്കാം. ആർ വി നേക്കഡ് ഇഫ് വി ആർ നോട്ട് കവേർഡ്? നമ്മൾ പ്രോപ്പറായിട്ട് കവർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നഗ്നരാണോ? ഞാൻ ശാരീരികമായ കാര്യമല്ല പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിൻ്റെ തേജസ്കരണം വരെ നമുക്ക് വസ്ത്രം ആവശ്യമാണ്. അത് കർത്താവിൻ്റെ കാഹളനാദത്തെങ്കിലേ വരുള്ളൂ. അതുവരെ വീണ്ടെടുക്കപ്പെടുന്നവരെ വസ്ത്രം ആവശ്യമാണ്. അത് കഴിയുമ്പോൾ തേജസ്സിൻ്റെ വസ്ത്രം നമുക്ക് ലഭിക്കും. എന്നാൽ നമ്മുടെ പ്രാണനെ മറയ്ക്കുന്ന ഒരു വസ്ത്രം 2 കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അവരുടെ ഹൃദയത്തിന്മേലൊരു മൂടുപടം വേണം. നമുക്ക് പിന്നീട് അങ്ങോട്ട് വരാം. മോശയുടെ മുഖത്തെ മൂടുപടം നീങ്ങിയപ്പോൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളുടെ ഹൃദയത്തിലൊരു മൂടുപടം, പഴയ നിയമം വായിക്കുമ്പോഴെല്ലാം മൂടുപടം അങ്ങനെ മാറാതെ കിടക്കുന്നു. അപ്പം ദർ ഇസ് എ കവറിങ് ഓൺ അവർ ഹാർട്ട്, നമ്മുടെ പ്രാണൻ്റെ മേൽ. അതെങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദവും ഹവ്വയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പരസ്പരം പറയാണ്, കൊള്ളാം കേട്ടോ, തുന്നിയല്ലോ, എന്താ തുന്നി, അത്തിയില കൊണ്ട് തുന്നി ഒരു ഉടുപ്പ് ഇട്ടു, കൊള്ളാം, നിൻ്റെ സ്റ്റിച്ചിങ് പണി കൊള്ളാം, അല്ല എന്ത് വൃത്തികേടായിരുന്നു. പക്ഷേ ഇതൊക്കെ നമുക്ക് നേരത്തെ മനസ്സിലായില്ല, പഴം ആദ്യം തിന്നേണ്ടതായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ ബുദ്ധിയൊക്കെ ഉണ്ടായി വരുന്നത്. ഇവർ അത്തിയില കൊണ്ട് നല്ല ഉടുപ്പൊക്കെ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സന്തോഷമായിട്ട് വർത്താനം പറഞ്ഞു കാണും. അപ്പോൾ ആദം പറഞ്ഞു കാണും, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല പഴം കൊണ്ട്. കാരണം സൂചി നൂലും ഒക്കെ നിഷ്പ്രയാസം ഈർക്കിലായിരിക്കും ഒക്കെ എടുത്ത് തുന്നി ചേർത്തു തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്, മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വൈകിട്ട് കർത്താവ് വന്നു, ആദമേ നീ എവിടെയും ചോദിച്ചപ്പം ഇവർ 2 ഒരു മരത്തിൻ്റെ പുറയിലോട്ട് ഓടി മറഞ്ഞു. അതിൻ്റെ കാരണം എന്താ? അപ്പോൾ ആദം പറയുന്നത്, നിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ നഗ്നനായതുകൊണ്ടെന്ന്. ഇപ്പോൾ ഒരു തുണി ഉടുത്തിട്ടുണ്ടായിരുന്നു, അത്തിയില കൊണ്ടുള്ള തുണി അവർ 2 പേരും തുന്നി ചേർത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അരയാട കൊണ്ട് അവർ നഗ്നത മറച്ചിരുന്നു. എന്നിട്ട് ദൈവത്തിന് മുൻപിൽ പ്രിയ സഹോദരങ്ങളെ നഗ്നരായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാ. അവർക്ക് ഈ മറവുണ്ടായിട്ട് പോലും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്നാ തോന്നുന്നേ? നഗ്നരെന്ന് തോന്നുന്നു. ദൈവത്തിനെല്ലാം അറിയാമല്ലോ അല്ലേ? ദൈവത്തിന് മുമ്പിൽ തുണിയുണ്ടോ തുണിയില്ല എന്നുള്ളതൊന്നും പ്രശ്നമൊന്നുമില്ല. കാരണം ദൈവം നമ്മളെ ആകവും പുറവും എല്ലാം അറിയുന്ന ആളാണ്. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ പെട്ടെന്ന് ഇവൻ നഗ്നനായി. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ആലോചിച്ച് നോക്കിക്കേ, മനുഷ്യൻ്റെ മുമ്പിൽ നമുക്കൊരു നഗ്നതയില്ല. നമ്മൾ നല്ല മനുഷ്യരാണ്, നമുക്ക് വെളിയിൽ കാണാൻ കൊള്ളാത്ത ഒന്നുമില്ല. സഹോദരനെ കാണുമ്പോൾ എൻ്റെ സഹോദരോ എത്ര നാളായി കണ്ടിട്ട്, നല്ല അത്തിയിലയാണ്. പക്ഷേ അകത്തോട് ദൈവം മുകളിൽ നോക്കുമ്പോൾ അത്തിയിലല്ല കാണുന്നത്, അകത്തെ മനുഷ്യനെ കാണുന്നത്. അത് ഭയങ്കര വൃത്തികേടാണ്. നമ്മൾ ഒരവസരം കിട്ടിയാൽ ഒരു അത്തിയിലെടുത്ത് നമ്മൾ പിടിപ്പിക്കും. ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നല്ല ദീർഘമായിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥനക്കാരി എന്നുള്ളൊരു അത്തിയിലെടുത്ത് പിടിപ്പിക്കും. അപ്പോൾ ആൾക്കാർ വിചാരിക്കും, ഓ ആൻറ്റി ഭയങ്കര പ്രാർത്ഥനയാണ് കേട്ടോ, വീട്ടിൽ നല്ല വഴക്കുണ്ടാക്കിയിട്ട് വരുന്ന വരവായിരിക്കും. ഇങ്ങനെ അത്തിയിലകളുടെ ബഹളമാണ്. ഇടയ്ക്ക് വെള്ളപ്പൊക്കം വന്നപ്പോൾ അത്തിയിലയായിരുന്നു, എല്ലാവരും പറക്കിയെടുത്തു ഇഷ്ടം പോലെ. പക്ഷെ ഇതുകൊണ്ടൊന്നും കാര്യമില്ലെന്നുള്ളതാണ്. ദൈവം വന്ന് നമ്മുടെ പേര് വിളിക്കുമ്പം മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങാൻ ഉപയോഗിച്ച അത്തിയിലകളൊന്നും പ്രയോജനപ്പെടുകയില്ല. അന്ന്
കർത്താവിൻ്റെ കുഞ്ഞാടിൻ്റെ നീതിവസ്ത്രമില്ലാത്ത എല്ലാവരും നഗ്നരായിരിക്കും. മനുഷ്യരുടെ സൽപ്രവൃത്തികൾ കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അലങ്കരിക്കാം, അയൽവക്കക്കാരുടെ മുമ്പിലും സഭയിലുള്ളവരുടെ മുമ്പിലും നല്ല പേര് സമ്പാദിക്കാം. പക്ഷെ ഇതിനകത്തെല്ലാം അടങ്ങിയിരിക്കുന്നൊരു തന്ത്രമുണ്ട്. നമ്മുടെ ഒറിജിനൽ നമ്മൾ ആരെയും കാണിക്കുന്നില്ല. ഒറിജിനൽ വികാരങ്ങൾ ആർക്കും അറിയില്ല. നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ വേഷം കെട്ടാൻ ചെറുപ്പം തൊട്ടേ പഠിച്ചിട്ടുണ്ട്. സ്കൂളിലായാലും ഇങ്ങനെ വേണം പെരുമാറാൻ, വീട്ടിലാണെങ്കിൽ അങ്ങനെ വേണം, മാർക്കറ്റിലാണെങ്കിൽ ഇങ്ങനെ വേണം, സഭയിൽ വന്നാൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. ഇതെല്ലാം നമ്മുടെ വേഷങ്ങളാണ്. ഒറിജിനൽ ഞാനല്ല. ഒറിജിനൽ ഞാനുണ്ടല്ലോ, അതൊരു മനുഷ്യനെ കാണിക്കാൻ കൊള്ളില്ല. ധനമോഹം, അധികാരമോഹം, ആളുകൾ വന്നിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ഉയരണമെന്ന് ആഗ്രഹമുള്ള, മറ്റുള്ളവനെ മേളിൽ കയറണമെന്ന് ആഗ്രഹമുള്ള, അവൻ്റെ പറമ്പും കൂടെ കിട്ടിയായിരുന്നേ കൊള്ളാമെന്നുള്ള ആഗ്രഹം, ഇതൊക്കെ അവൻ അറിഞ്ഞാലുണ്ടല്ലോ. ഇതൊക്കെ മറച്ചു വയ്ക്കാൻ നമുക്ക് എങ്ങനെയൊക്കെയോ പറ്റുന്നുണ്ട്. ഒരു എളിമയുടെ വേഷം, ഒരു പ്രാർത്ഥനക്കാരൻ്റെ വേഷം, ഉറക്കെയുള്ള 3-4 പ്രാർത്ഥനകൾ, ഇതിലൂടെ എല്ലാം നമ്മൾ വളരെ സൂക്ഷ്മമായി, ഇല്ലെങ്കിൽ ഒരിത്തിരി വലിയ നോട്ട് സ്തോത്രകാഴ്ച ഇടുന്ന വഴി, അല്ലെങ്കിൽ ചർച്ചിനൊരു ഫാൻ മേടിച്ചു കൊടുക്കുന്ന വഴി, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ മറ്റുള്ളവർക്ക് വിളങ്ങുന്ന അത്തിയിലകൾ സംഘടിപ്പിച്ച് ധരിക്കുന്നുണ്ട്. ഓരോ വാക്കുകളിലും നമുക്ക് ഈ അത്തിയിലകൾ ഫിറ്റ് ചെയ്യാം. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു നീതിമാനായിട്ട് അഭിനയിക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അതൊരു അഭിനയങ്ങൾ കൊണ്ട്, ചെറുപ്പകാലം തൊട്ടുള്ള അഭിനയങ്ങൾ കൊണ്ടുണ്ടായതാണ്. ഞാൻ അഭിനയം എങ്ങനെ ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒരു കുഞ്ഞുമായിട്ട് നിങ്ങളുടെ ബന്ധുവിൻ്റെ വീട്ടിൽ പോയി എന്ന് വിചാരിച്ചു. ഇപ്പോൾ കുഞ്ഞിനോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ആൻറ്റി നിങ്ങൾക്ക് ആഹാരം തരുന്നതിനൊക്കെ വേണ്ട എന്ന് പറഞ്ഞോണം, വിശക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ആൻറ്റി ചോദിക്കും, മോനെ ആഹാരം കഴിച്ചിട്ട് പോകാം. അപ്പോൾ മോൻ പറയും, വേണ്ട ആൻറ്റി വിശക്കുന്നില്ല. ചുമ്മാ പറയുന്നത്, അതൊരു വേഷമാണ്. പക്ഷേ ഇവിടുത്തെ നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആൻറ്റി ഇവനോട് ഉണ്ണാൻ പറഞ്ഞതും ഒരു വേഷമാണ്. അവിടെയും ഒന്നുമില്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേഷമാണ്. അപ്പോൾ ശരിക്കുള്ള ഒറിജിനൽ ആഗ്രഹങ്ങൾ നമ്മൾ വെളിയിൽ കണ്ടാൽ പറയും, ആ കൊച്ചിന് യാതൊരു സംസ്കാരവും ഇല്ല, അവന് ചോറ് വേണ്ടേന്ന് ചോദിച്ചപ്പോഴേക്കും ഇങ്ങ് തന്നേക്കാൻ പറഞ്ഞ് മേടിച്ച് തിന്നു. ഇങ്ങനെയാണോ പിള്ളേരെ വളർത്തുന്നത്? അപ്പോൾ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അഭിനയിക്കാൻ എന്തുമാത്രം പറ്റുമോ അത്ര നമ്മൾ സംസ്കാര സമ്പന്നരാണ്. വിശക്കുമ്പോൾ അടുത്ത മാവിന് കല്ലെറിഞ്ഞ് മാങ്ങ പൊട്ടിച്ച് തിന്നാൽ സംസ്കാര സമ്പന്നനല്ല. വഴി ഇരുന്ന് കപ്പലണ്ടി തിന്നാൽ സംസ്കാര സമ്പന്നനല്ല. അത് വീടിൻ്റെ മറയിൽ പോയിരുന്ന് കഴിക്കുമ്പോൾ സംസ്കാര സമ്പന്നനാണ്. കാരണം വിശപ്പ്, ദാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കാതെ, വികാരങ്ങൾ പ്രകടിപ്പിക്കാതെ, ഉള്ളിലുള്ള ഭാവങ്ങൾ പ്രകടിപ്പിക്കാതെ അമർത്തി വെച്ച് അത് തക്ക സമയത്ത് മാത്രം വെളിയിലെടുക്കാനുള്ള മനുഷ്യൻ്റെ കഴിവിനെയാണ് ശരിക്കും സംസ്കാരം എന്ന് പറയുന്നത്. സന്തോഷമായോ? നിങ്ങൾ നല്ല സംസ്കാരമുള്ള കുടുംബത്തിലാണ് ബ്രദറെ ഞങ്ങളൊക്കെ പിറന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി എന്താണെന്ന്. നല്ലപോലെ അഭിനയിക്കാൻ ചെറുപ്പം തൊട്ടേ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അകത്തിരിക്കുന്ന ഒരു മനുഷ്യനും മനസ്സിലാവില്ല. അതാണ് സംസ്കാരം. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചാൽ ചിരി മാത്രമായിരിക്കും സംസ്കാരം. അകത്ത് എന്താണെന്നുള്ളത് ആരും അറിയുമില്ല. സംസ്കാരം ഈസ് എ ഡിസെപ്ഷൻ. സന്തോഷമായല്ലോ? അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം, പ്രാണനിൽ ജീവിക്കുന്നവരുടെ ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞത് ആ റിയാലിറ്റിയിൽ നിന്ന് എപ്പോഴും മറയുന്ന ഒരു വ്യക്തിത്വം, വേറൊരു അഭിനയ വ്യക്തിത്വം എപ്പോഴും ഉണ്ടായിരിക്കും. അത് പ്രാണനിലെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയാണ്. ഇനി രണ്ടാമത്തെ ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. നമ്മളെപ്പോഴും വേറൊരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒന്ന് വേറൊരു സാഹചര്യത്തെ കുറ്റപ്പെടുത്താതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ആദമിനോട് ദൈവം ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ തിന്നു. ആദം പറയാം, ഞാൻ തിന്നുപോയി കർത്താവേ, ഇനി മേലെ ഇത് ആവർത്തിക്കില്ല, ഒന്നുകൂടെ എനിക്കൊരു ചാൻസ് തന്നാൽ ഞാൻ ആ പഴം ഇരിക്കുന്ന വഴി പോലും പോവില്ല, എൻ്റെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് ആദമിന് പറയാൻ പറ്റുന്നില്ല. ആദം പറയുന്നത്, നീ എൻ്റെ കൂടെ ഇരിക്കാൻ തന്ന സ്ത്രീ തന്നതുകൊണ്ടാണ് ഞാൻ തിന്നത്, സോ ഐ ആം ജസ്റ്റിഫൈഡ്. കാരണം ഹൗവയെ കൊടുത്തത് ആരാ? ദൈവം. അപ്പോൾ ദൈവം ആദമിന് ഹൗവയെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഹൗവയെ കൊടുക്കേണ്ടതല്ലായിരുന്നോ? നിങ്ങൾക്ക് പലർക്കും അങ്ങനെ തോന്നിയിട്ടില്ലേ? കുറച്ചുകൂടെ നല്ലൊരു ഹൗവയെ കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി കുറച്ചുകൂടെ പ്രയോജനപ്പെട്ടനെ.
ഹവ്വമാർക്കും തോന്നിയിട്ടുണ്ട് എൻ്റെ അച്ചായന് വലിയ പ്രാർത്ഥനയൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. അത് കുറച്ചും കൂടെ ആ താല്പര്യമൊക്കെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചേനെ. ചിന്തിച്ചിട്ടില്ലേ? ഇല്ല, ചിന്തിച്ചിട്ടില്ല. ആദം അങ്ങനെ ചിന്തിച്ചു. ആദം ചിന്തിച്ചു, ഈ ഹവ്വയെ തന്നുകൊണ്ട് ഞാൻ തിന്നു. അപ്പോൾ ആരുടെ തലയിൽ വയ്ക്കാം? ഹവ്വയുടെ തലയിലല്ല, ഈ ദൈവത്തിൻ്റെ തലയിൽ വയ്ക്കാം. ഞാൻ പക്ഷേ കുറേ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ദൈവം ആദമിന് കൊടുത്ത ഏറ്റവും ബെസ്റ്റ് ഹവ്വയാണ് തക്കതുണ. എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ആദം വെയർ ബെറ്റർ ദാൻ ഈവ്, ആദം ഈവിനേക്കാൾ ബെറ്റർ ആയിരുന്നെങ്കിൽ, ഹവ്വയേക്കാളും ഭേദമായിരുന്നെങ്കിൽ, ഈ ഹവ്വ പഴമായിട്ട് വന്നപ്പോൾ ആദം എന്ത് പറഞ്ഞേനെ? എൻ്റെ ഹവ്വ, നീ പണി കാണിച്ചല്ലോ, കഷ്ടമായിപ്പോയി. ദൈവം നമ്മളോട് കഴിക്കരുതെന്ന് പറഞ്ഞല്ലേ, മോശമല്ലേ? നീ കഴിച്ചതുകൊണ്ടും നീ മരിക്കും, അതുകൊണ്ട് നിൻ്റെ കൂടെ ഞാൻ വേണേൽ സ്നേഹം കൊണ്ട് കഴിക്കാം. പക്ഷേ നീ ചെയ്ത് തെറ്റിപ്പോയൊരു വാക്ക് നീ എന്നോട് പറയാതെ ഇത് മേടിച്ച് തിന്നു കളഞ്ഞല്ലോ എന്നല്ലേ പറയണ്ടേ? പക്ഷെ ആദം എന്താ പറഞ്ഞേ? ആദം ഒന്നും പറഞ്ഞില്ല. ഹവ്വ കൊടുത്തു, മേടിച്ച് തിന്നു. അതിനർത്ഥം ആദമിൻ്റെ മനസ്സിലും എന്ത് തോന്നി? അപ്പോൾ രണ്ടും സത്യം പറഞ്ഞാൽ ഒരേ സ്വഭാവം അല്ലേ? സത്യം പറയുന്ന മനുഷ്യരല്ല ഒരേ സ്വഭാവമാണ്. പിന്നെ കുറേ ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ അഭിനയിക്കാൻ അറിയാം, കുറേ ആൾക്കാർക്ക് അത്ര അഭിനയിക്കാൻ അറിയില്ല. ദൈവം നോക്കുമ്പോൾ സകല മനുഷ്യരും ഒരേ ജഡമാണ്. ഈ ഹവ്വ വന്നതും ആദമിനകത്തുനിന്ന് തന്നെയാണ്, വെളിയിൽ നിന്നൊന്നുമല്ല. ആദമിനകത്തുനിന്ന് മാത്രമേ ഹവ്വയെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദമിൻ്റെ ആർഗ്യുമെൻറ്റിൽ കാര്യമില്ല. അപ്പോൾ ആദം ബ്ലെയിം ചെയ്യുന്ന എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദി ദൈവമാണ്. എന്നാൽ ഹവ്വ പെന്തക്കോസ്തുകാരിയാണ്. ഹവ്വ പറയുന്നത് എന്നാ, പിശാചാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. പിശാചിൻ്റെ പോരാട്ടമാണ്. പിശാച് വിടുന്നില്ല ബ്രദറെ, എന്നെ പോരാട്ടം, എനിക്ക് ദേഷ്യപ്പെടാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പിശാച് എന്നെ പരീക്ഷിച്ച് തോൽപ്പിക്കുക. അപ്പോൾ നമ്മുടെ ബ്ലെയിം മുഴുവൻ ആരുടെ മേലെ? പിശാചിൻ്റെ മേലെ. അപ്പോൾ ഹവ്വയിൽ നിന്നാണ് പെന്തക്കോസ്തുകാരുടെ ആരംഭം എന്ന് വേണേൽ പറയാം ഈ ഒരു കാര്യത്തിൽ. മറ്റുള്ളവരെ ബ്ലെയിം ഒരാളും പറയുന്നില്ല ഇത് എൻ്റെ തെറ്റായിപ്പോയി, അയ്യോ സോറി എന്ന് ഒരാൾക്കും പറയാൻ പറ്റുന്നില്ല. കാരണം ഈ നന്മ തിന്മകളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കോടതി. ഈ കോടതിയിൽ ഞാൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഈ കോടതിയുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെയും പകലും രാത്രിയും എല്ലാം ചേസ് എന്ന് പറയുന്ന ഇയാൾ ചെയ്യുന്നതിനെല്ലാം ന്യായീകരിക്കുക. മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടുന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ട് പോയെന്ന് വിചാരിച്ചോ, പോകുന്ന വഴിക്ക് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാമെന്ന് വിചാരിച്ചു, അല്ല എൻ്റെ മനസ്സിൽ തന്നെ നന്മ സൈഡ് പറയുക. ഇങ്ങനെയാണല്ലോ ലോകം മുഴുവൻ, നന്മയുടെ സൈഡ് പറയുക. മോശമായിപ്പോയി, നീ ചെന്ന് മാപ്പ് പറഞ്ഞിട്ട് പോകണം, കാരണം നിൻ്റെ വാക്കുകൾ ശരിയല്ലായിരുന്നു. ഇപ്പം ഞാൻ ഓൾറെഡി പോയി ഇവിടുന്ന് വണ്ടിയിലാണ്. ഞാൻ വിചാരിക്കും ശരിയാ, ആകെ മോശമായിപ്പോയി, സോറി പറഞ്ഞേക്കാം. എന്നാൽ തിരിച്ച് വണ്ടി അങ്ങനെ തിരിച്ചാൽ ഇനി സമയം ഒത്തിരി പോകും. നാളെ വരുമ്പം സോറി പറഞ്ഞേക്കാം. അപ്പം നന്മയ്ക്ക് കീഴടങ്ങി. നന്മയും തിന്മയാണേ. കുറേ നേരം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പം തിന്മ പറയും, നീ എന്തിനു സോറി പറയണം? അയാൾ അത്രയും പറഞ്ഞുകൊണ്ടല്ലേ നീ തിരിച്ച് പറഞ്ഞേ. നീ സോറി പറഞ്ഞാൽ നിൻ്റെ മാത്രം തെറ്റെന്ന് അയാൾ വിചാരിക്കും. അയാൾക്ക് അയാളുടെ തെറ്റിനെക്കുറിച്ച് മനസ്സിലാവണ്ടേ? അതുകൊണ്ട് സോറി ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ശരി, രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ച് കഴിയുമ്പോഴേക്കും തെറ്റ് ചെയ്ത ആളെ ഞാനല്ല, അയാളെന്ന് ആയിക്കോളും. ഇത് നമ്മുടെ അകത്തിരിക്കുന്ന കോടതി ചെയ്യുന്നൊരു പണിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ സൂര്യാസ്തമയത്തിന് ശേഷത്തേക്ക് അത് വെച്ചോണ്ടിരിക്കരുത്. വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ വാദി പ്രതിയാവും. അതാണ് ഇതിൻ്റെ പ്രശ്നം, പ്രതിവാദി. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഈ ദേഷ്യം എന്ന് പറയുന്ന സാധനം കയ്പായിട്ട് ഉള്ളിൽ കിടക്കും. ഈ കയ്പ് വെറുപ്പെന്ന് പറയുന്നത് ഈക്വൽ ടു മർഡറാണ്. നമ്മുടെ ഉള്ളിൽ ഒരാളോടുണ്ടാകുന്ന ദേഷ്യം നമ്മൾ സെറ്റിൽ ചെയ്യുന്നില്ലെങ്കിൽ അത് പതുക്കെ ദേഷ്യം അങ്ങ് പോവും. അപ്പം ഞാൻ പറയും, എനിക്കാരുടെ ദേഷ്യമൊന്നുമില്ല ബ്രദറെ. പക്ഷേ അവൻ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ കാലെന്ന് തട്ടിയാൽ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം വരും. കാരണം ദേഷ്യമില്ല, അതിനേക്കാൾ അപകടകരമായ വെറുപ്പ് എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ഉള്ളിൽ കയറിയിരിക്കാൻ തുടങ്ങുന്നു. ഇപ്പം ഇവിടെ എല്ലാം മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും. ആ ഒരു സ്വഭാവം. നിങ്ങളുടെ വീട്ടിലൊരു വഴക്കുണ്ടായാൽ സഹോദരിമാരെ 100% നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കുഴപ്പമല്ലേ? നിങ്ങൾ നല്ലപോലെ ജീവിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ? നിങ്ങൾക്കാണ് വിവരവും. സഹോദരന്മാരെ, നിങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാകുന്നതിൻ്റെ എല്ലാം കാരണം നിങ്ങളുടെ ഭാര്യയുടെ നാക്കല്ലേ? അല്ലേ? എപ്പോഴും പ്രതി ആരാ? പിന്നെ നിങ്ങൾ ചിലപ്പോൾ പറയും, ഞങ്ങളുടെ അയൽവക്കത്തെ ആൾക്കാരെ കൊണ്ട് ഒരു സമാധാനമില്ല, ഭയങ്കര ശല്യക്കാരാ. അയൽവക്കക്കാരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥനക്കാരുണ്ട് ഒരു കുടുംബം, എൻ്റെ ദൈവമേ അവർ മഹാശല്യക്കാരൻ. ആര് ചോദിച്ചാൽ അവരുടെ കുഴപ്പമില്ല. ആ കുഴപ്പമില്ലാത്തതിൻ്റെ കാരണം ഈ പ്രാണൻ്റെ ഒരു കളിയത്. പ്രാണൻ എന്ന് പറയുന്നത് മുഴുവൻ അഭിനയമാണ്. ആത്മാവില്ലാത്ത പ്രാണനിലെ തിങ്കിങ്സ് എന്ന് പറയുന്നത് മുഴുവൻ നമുക്ക് തന്നെ എൻ്റെ മേൽ നിയന്ത്രണമൊന്നുമില്ല. ഈ ചിന്തകളെന്ന് പറയുന്നത് ഇങ്ങനെ ഒരടുക്കും ചിട്ടയില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ട്രെയിൻ ഓഫ് തോട്ട് എന്ന് പറഞ്ഞൊരു പരിപാടി ഞങ്ങൾ ചെറുപ്പത്തിലെ കോളേജ് പഠിക്കുമ്പം ലെക്ചറേഴ്സൊക്കെ ബോറായി കഴിയുമ്പോൾ ഞങ്ങളിവിടെ നിന്ന് ട്രെയിൻ ഓഫ് തോട്ട് എഴുതി വയ്ക്കും.
ട്രെയിൻ ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ചിന്തിക്കുന്ന എന്താ, ഞാൻ ഒരു കാര്യം ചിന്തിക്കും, ഇപ്പം ദാഹിക്കുന്നുണ്ട്, വെള്ളം കുടിച്ചേക്കാം, അത്രേ ഉള്ളൂ, കുടിക്കാൻ പോകണേ. ഇത് അക്വാഫേനയുടെ ബോട്ടിലാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഉടനെ ചിന്തിക്കുക, തൃശ്ശൂരിലെ വെള്ളം എങ്ങനെയായിരിക്കും, മുനിസിപ്പൽ വെള്ളം എങ്ങനെയായിരിക്കും. പിന്നെ ചിന്തിക്കുമോ, ഞങ്ങൾ ഓങ്കോളിലായിരുന്നപ്പോൾ അവിടുത്തെ വെള്ളം എങ്ങനെയായിരുന്നു, പിന്നെ ഓങ്കോളിൽ പോയ കാര്യമായി. ഇങ്ങനെ ഓരോന്നിനോട് കണക്ട് ചെയ്ത് ആദ്യം നമ്മൾ ചിന്തിച്ചതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമായിരിക്കും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് ഈ കുഴപ്പമൊന്നുമില്ല ഈ തൃശ്ശൂരിൽ? ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഭയങ്കര കുഴപ്പമാണ്. പ്രാണനിൽ ഒരു ഓർഡറും ഇല്ല, എല്ലാം ഇങ്ങനെ ചിതറി ചിന്നി കിടക്കും. എന്ത് വേണമെങ്കിലും ചിന്തിക്കാമല്ലോ, ആരും അറിയില്ല. ഇതിങ്ങനെ നമ്മുടെ സ്വന്തം രാജ്യമാണ്. ഈ സ്വന്തം രാജ്യത്തിൽ നമുക്ക് ആരെ വേണമെങ്കിലും വെറുക്കാം, ആരെ വേണമെങ്കിലും പുറത്താക്കാം, എന്ത് വേണമെങ്കിലും സങ്കല്പിക്കാം. പക്ഷെ ആരും അറിയരുത്, അറിഞ്ഞാൽ തീർന്നു. മനസ്സിലാകുന്നുണ്ട്? ഇതാണ് പ്രാണൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ പഴം അകത്ത് ഉള്ള എല്ലാ മനുഷ്യരും, ആദമിൽ നമ്മളെല്ലാം ആ പഴം തിന്നിട്ടുണ്ട്. പഴം അകത്തുള്ള ഏത് മനുഷ്യനും എന്ത് സൽപ്രവൃത്തി ചെയ്താലും അവൻ ആത്മാവിൽ നിന്നുള്ള ജീവനിലേക്ക് വരുന്നില്ല, പ്രാണനിലെ നന്മതിന്മകളിലേക്ക് മാത്രമേ വരുന്നുള്ളൂ. ഇത്രയും പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഈ പാപം എന്താണ് എന്നൊന്ന് പരിശോധിക്കാം. പാപം എന്താണെന്ന് പരിശോധിക്കുന്നതിനേക്കാളും പ്രധാനം, പാപം എന്ന് പറയുന്ന സാധനം നമുക്ക് എവിടെയെല്ലാം കണ്ടുപിടിക്കാം, എവിടെയെല്ലാം അതുണ്ട്. ലൊക്കേറ്റിംഗ് സിൻ, അതായത് പാപത്തിൻ്റെ ലൊക്കേഷൻസ്. എന്താണ് പാപത്തിൻ്റെ ലൊക്കേഷൻസ്? നമ്മൾ എവിടെയാണ് പാപത്തെ കണ്ടുപിടിക്കുന്നത്? റോമാലേഖനം 1-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കേണ്ടത്. അത് പാപങ്ങളുടെ ഒരു വലിയ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 28 മുതൽ 32 വരെ അത് നമ്മൾ മുഴുവൻ വായിച്ചാൽ ലോകത്തുള്ള എല്ലാ പാപങ്ങളും ഏകദേശം അവിടെ ഉണ്ട്. 26 മുതൽ വായിച്ചാൽ ഹോമോസെക്ഷുവാലിറ്റി, അതായത് സ്വർഗ ഭോഗം എന്ന് പറയുന്ന ആ ഒരു പാപത്തെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ലോകത്ത് ഇന്ന് കാണാവുന്ന എല്ലാ പാപങ്ങളെക്കുറിച്ചും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാപങ്ങളെ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, 2 തരത്തിൽ 2 ലൊക്കേഷൻസിലാണ് നമ്മളിത് കാണുന്നത്. ഒന്ന് നമ്മുടെ പ്രവൃത്തികളിൽ, വർക്ക്സ്. അതാണ് എളുപ്പം ആളുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, പ്രവൃത്തികൾ. അപ്പോൾ പ്രവൃത്തികളിൽ പാപം വരുന്നു. ഫോർ എക്സാമ്പിൾ, ദേഷ്യപ്പെടുന്നു. ഉള്ളിൽ ഉണ്ടായിരുന്ന ദേഷ്യം വെളിയിൽ വരുന്നു, അതാണ് പ്രവൃത്തി. അപ്പോൾ പ്രവൃത്തിയിൽ പാപം വരുമ്പോഴുള്ള പ്രോബ്ലം ഇത് നാട്ടുകാർ കാണുന്നുള്ളതാണ്. ശരിക്കും നമ്മളെ വേദനിപ്പിക്കുന്ന ആ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. ഉള്ളിൽ ഈ ദേഷ്യം ഇരിക്കുന്നിടത്തോളം നമ്മുടെ ടെറിട്ടറിയാണ്. നമുക്കവിടെ എന്ത് സംഭവിച്ചാലും പേടിയില്ല, വിഷമമില്ല, കാരണം ആരും കാണുന്നില്ല. എന്നാൽ ചില സമയത്ത് നമ്മുടേതല്ലാത്ത ടെറിട്ടറി, നമ്മുടേതല്ലാത്ത സ്ഥലത്തേക്ക് ദേഷ്യം കയറി ചെല്ലും, വേറൊരാളുടെ നേരെ ചെല്ലും. അപ്പോഴാണത് പ്രോബ്ലമാകുന്നത്, പ്രവൃത്തിയിലുള്ള പാപമായിട്ട് മാറും. ഇപ്പോൾ പ്രവൃത്തിയാലുള്ള പാപങ്ങളുടെ കുറേ ഉദാഹരണങ്ങൾ ഇവിടെ കാണാം നമുക്ക് ഈ വാക്യങ്ങളിൽ. കൊലപാതകം, പിണക്കം, പിന്നെ ഏഷണി പറയുന്നത്, ഗർവ് പറയുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, നിയമലംഘികൾ, ഇങ്ങനെയുള്ളവരെല്ലാം പ്രവൃത്തികളിൽ പാപം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അവരെല്ലാം നോക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം അവരുടെ പ്രവൃത്തികൾ ശരിയല്ല. നമ്മളെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ പ്രവൃത്തികൾ ശരിയല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പ്രവൃത്തികൾ നന്നായിരിക്കേണ്ടത് എന്തുകൊണ്ട് ആവശ്യമാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സാക്ഷ്യത്തെ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ പ്രവൃത്തികളാണ്, ഹൃദയമല്ല. ഹൃദയത്തിലെ ചിന്തകളല്ല നമ്മുടെ സാക്ഷ്യങ്ങൾ മോശമാക്കുന്നത്. നമ്മുടെ സാക്ഷ്യം മോശമാക്കുന്നത് നമ്മുടെ പ്രവൃത്തികളാണ്. അതുകൊണ്ട് പ്രവൃത്തികൾ നന്നായില്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമമാണ് ദുഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഹൃദയം എത്ര നന്നായില്ലെങ്കിലും നമ്മൾ ഒരു പരിധി വരെ അത് മറച്ച് വെച്ചേ പറ്റുള്ളൂ. കാരണം ദൈവത്തിൻ്റെ നാമത്തിന് അത് അപമാനകരമാണ്. പിന്നെ ഇങ്ങനെ മറച്ച് വയ്ക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ദൈവത്തിന് മുമ്പിലില്ല. അവിടെ നിന്ന് കിട്ടാനുള്ള അടി നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും, ഹൃദയം നന്നായില്ലെങ്കിൽ. പക്ഷേ പുറമേയുള്ള മനുഷ്യൻ്റെ മുമ്പിലെങ്കിലും ദൈവത്തിൻ്റെ നാമത്തെ കുഴപ്പത്തിലാക്കാതിരിക്കാൻ
പ്രവൃത്തികളെ ഒന്ന് സൂക്ഷിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ സാധിക്കും. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ കണ്ട് ദൈവത്തെ ആളുകൾ മഹത്വപ്പെടുത്തുന്നതിന് പകരം നമ്മൾ നിന്ദിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അത് നമ്മുടെ പ്രവൃത്തികളും അത്യാഗ്രഹവുമാണ് അതിന് കാരണം. ഇന്ന് വിശ്വാസികളെന്ന് കേൾക്കുമ്പോൾ പണമോഹമുള്ളവരും ദൈവത്തിൻ്റെ നാമത്തെ ധനസമ്പാദനത്തിനായി ഉപയോഗിക്കുന്നവരൊന്നൊരു പേരുദോഷമുണ്ട്. പാസ്റ്റർമാരെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. പൊതുജനം, വിശ്വാസികളല്ല, പൊതുജനം വിചാരിക്കുന്നത് ഈ പാസ്റ്റേഴ്സ് എല്ലാം ഈ പ്രസംഗ തൊഴിലാളികളായി പണം സമ്പാദിക്കാൻ വേണ്ടി നടക്കുകയെന്ന്. നമ്മൾ വിചാരിക്കും പൊതുജനം എന്തേലും വിചാരിച്ചോട്ടെ. പൊതുജനം എന്തേലും വിചാരിക്കാൻ പറ്റില്ല. നമ്മുടെ പ്രവൃത്തികൾ അവരുടെ മുൻപിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമാറ് വെളിപ്പെട്ടിരിക്കണം. നമ്മൾ ഓരോ വീരവാദ സാക്ഷ്യങ്ങൾ മുഴക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത അവിശ്വാസികൾ പറയും, ഇതെല്ലാം ഇവർ പറഞ്ഞുണ്ടാക്കുന്ന തട്ടിപ്പാണ്, പിന്നെ ദൈവം കൊണ്ട് പൈസ കൊടുക്കുമല്ലേ, പുച്ഛിക്കുള്ളൂ. ഇന്ന് കർത്താവിൻ്റെ നാമത്തെ നമ്മൾ അത്യാഗ്രഹികളായ ജനം. ഞാനൊരു ഉദാഹരണം കൊണ്ട് നിങ്ങളോട് പറഞ്ഞത് ശരിയാവുള്ളൂ. എനിക്ക് ഒരു 3-4 വർഷം മുമ്പ് ഒരു കാറ് ഒരാളല്ല 2-3 സഹോദരന്മാർ കൂടി തന്നു. അന്ന് ഈ കാറ് വരുമ്പം എൻ്റെ അക്കൗണ്ടിൽ 65 രൂപയുള്ളൂ. ഒരു 35 രൂപയും കൂടെ ആരെങ്കിലും ഇടുമായിരുന്നെങ്കിൽ 100 ഇങ്ങ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ കാറ് വരുന്നത്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായും ഭയങ്കര സന്തോഷമുണ്ടായി. ഒരു മനുഷ്യനല്ലേ, നമുക്കിതൊക്കെയല്ലേ സന്തോഷം. അപ്പം ഞാനിങ്ങനെ എൻ്റെ കുടുംബത്തിലും നാട്ടിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാറ് വരുന്നുണ്ട്, സന്തോഷം, പ്രൈസ് ദി ലോർഡ് ബ്രദറേ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അവസാനം എനിക്ക് വലിയൊരു അബദ്ധം പറ്റി. എൻ്റെ ഒരു സഹോദരിയോട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു കാറ് വരുന്നുണ്ട്. പുള്ളിക്കാരി എന്നോട് ഒറ്റ ചോദ്യമുള്ളൂ, വിയർത്ത് കുടിച്ച് വയ്യാതെ ബസ്സിലും ട്രെയിനിലും കയറി ചെയ്തു പോയി ഓരോ സ്ഥലത്ത് യേശു ക്രിസ്തുവിനെക്കുറിച്ചും ക്രൂശിനെക്കുറിച്ചും പറയുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് കാറിൽ പോയി പറഞ്ഞാൽ ഉണ്ടാവുമോ? ആൾക്കാർ വിചാരിക്കില്ലേ ഇത് പണം സമ്പാദിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന് വിചാരിക്കില്ലേ? സുഖസൗകര്യങ്ങളിൽ ജീവിക്കുന്നവനാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെക്കുറിച്ച് പറയുന്നത് വിചാരിക്കില്ലേ? ഇത് സുവിശേഷത്തെ ബാധിക്കില്ലേ? ഇത് കേട്ടെൻ്റെ തലയ്ക്കകത്തോണ്ടല്ലോ കൊട്ടുപൊടി കൊണ്ട് അടിച്ചു പോലായിപ്പോയി. സംഗതി സത്യമല്ലേ? സംഗതി സത്യമാണ്. അപ്പം ഞാൻ ഉടനെ കർത്താവിനോട് ചോദിക്കുക, കർത്താവേ ശരിയാണല്ലോ, ഞാൻ ആഡംബരങ്ങൾ കൂടുന്തോറും ആളുകൾ എൻ്റെ മെസ്സേജിൻ്റെ വെയിറ്റ് നഷ്ടപ്പെടുമല്ലേ? ഇപ്പോൾ കർത്താവിനോട് ഞാൻ ചോദിച്ചു, കർത്താവ് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും കാറ് തരണേ ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ നീ വിചാരിച്ചോ ഇവനെ ഇത്രയും രക്ഷിച്ചിട്ടും സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടും ഇവനൊരു കാറാണല്ലോ വേണ്ടത്, എന്നാൽ പിന്നെ ഇരിക്കട്ടെ അവന് എന്നും പറഞ്ഞുകൊണ്ട് തന്നതാണോ? അതോ ഞാൻ ചോദിക്കാഞ്ഞിട്ടും ഇത് സുവിശേഷ വേലയ്ക്ക് ആവശ്യമാണല്ലോ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ തന്നതാണോ? ഏതാ നല്ലത്? ഏതാ നല്ലത്? ഞാൻ എത്ര നോക്കിയിട്ട് ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് എനിക്ക് ഓർമ്മ വന്നില്ല. അതുകൊണ്ട് മാത്രമാണ് എനിക്കൊരു സമാധാനം കർത്താവിൻ്റെ അടുത്ത് ഉണ്ടായത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ചിന്തിക്കുന്ന പോലെ അല്ല നാട്ടുകാർ ചിന്തിക്കുന്നത്. ഇത് എന്നോട് പറഞ്ഞ എൻ്റെ സഹോദരി പെന്തക്കോസ്തുകാരിയല്ല, ഓർത്തഡോക്സുകാരിയാണ്. അതാണ് വ്യത്യാസം. പെന്തക്കോസ്തുകാരല്ല ഇതിന് സ്തോത്രമേ പറയുള്ളൂ. പക്ഷേ മറ്റു സഭക്കാരാലോചിക്കും, എത്ര പേരുണ്ട് ഇവരുടെ ഇടയിൽ സ്വത്തൊന്നും വേണ്ടാന്നും പറഞ്ഞ് പത്രോസ് പോയാൽ യേശുവിൻ്റെ പിന്നാലെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ നോക്കുന്നത്. അവർ കാണുന്നതെല്ലാം ഈ സ്വത്ത് ഉണ്ടാക്കാൻ വേണ്ടി വരുന്നവരെയാണ്. ഇത് ഭയങ്കര ദുസാക്ഷ്യമാണ്, നമ്മളത് അറിയുന്നില്ല. അവിശ്വാസികളോട് ചോദിച്ചു നോക്കി, ദുസാക്ഷ്യമായിട്ട് അവരിൽ വലിയൊരു പങ്കും ഇതിനെ കാണുന്നത്. ഓക്കെ, നിങ്ങളത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അടുത്ത ഭാഗത്തേക്ക് നമുക്ക് 2 തരത്തിലുള്ള പാപങ്ങൾ. ഇപ്പോൾ പ്രവൃത്തികൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ സാക്ഷ്യം വളരെ മോശമായി പോകും. ആളുകളുടെ മുമ്പിൽ നമ്മൾ അപമാനിക്കപ്പെടും, നമ്മുടെ കർത്താവ് അപമാനിക്കപ്പെടും. നമുക്ക് ദേഷ്യത്തെ അടക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നാവിനെ അടക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ ആളുകളോട് മോശമായിട്ട് പെരുമാറുമ്പോൾ, ജയിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ, ഒരു ആർഗ്യുമെൻറ്റ് ജയിക്കാൻ വേണ്ടി അവനോട് ചൂടാകുമ്പോൾ, വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകുമ്പം സൗണ്ട് റേസായി അയൽവക്കാർ കേൾക്കുമ്പോൾ നിങ്ങൾ ജയിച്ചു കാണും, പക്ഷേ കർത്താവിൻ്റെ നാമം അവിടെ എല്ലാം അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെ നമ്മളൊന്ന് തോറ്റു കൊടുത്തിട്ട് കർത്താവെ നിനക്ക് സ്തോത്രമെന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ വലുതായിട്ട് നമുക്ക് ദോഷം ചെയ്യും. അത് കർത്താവിൻ്റെ നാമത്തെ മോശമാക്കി മാറ്റുകയും ചെയ്യും. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഇനി പ്രവൃത്തികൾ എത്ര നന്നായിട്ടും കാര്യമില്ല ഹൃദയം നന്നാകാതെ, അത് വേറൊരു കാര്യം. ദൈവത്തിന് മുമ്പിൽ നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയമാണ് തുറന്നിരിക്കുന്ന, പ്രവൃത്തികളല്ല. സത്യം പറഞ്ഞാൽ ദൈവം പ്രവൃത്തികളെ നോക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ഹൃദയത്തെ ഉറപ്പായിട്ടും നോക്കുന്നുണ്ട്. ഹൃദയത്തിൽ എന്താണോ അതിനാണ് പ്രവൃത്തി എന്നും പറയുന്നത്, ഒരർത്ഥത്തിൽ പറഞ്ഞ്. ഞാനിത് ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഒരു ദിവസം രാവിലെ
ഈ സഹോദരിമാരിലൊരാൾ രാവിലെ എഴുന്നേറ്റ് പണികളെല്ലാം തീർത്ത് സന്തോഷമായിട്ട് കൊള്ളാമല്ലോ, നല്ലൊരു ദിവസമാണല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പം ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് ഒന്ന് വിശ്രമിക്കുക, കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കാം, അതാണല്ലോ നമ്മുടെ ആകെയുള്ള ആത്മീയ എക്സസൈസ്, പ്രാർത്ഥിക്കാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് അതും ഇല്ല. വിൻഡോയിലൂടെ വെളിയിലോട്ട് നോക്കുമ്പം ദാ ഗേറ്റ് തുറന്ന് വരുന്ന ഒരു അമ്മാവൻ ഞാൻ പറയാൻ കാരണം ഈ കൊച്ചപ്പനോ ഒക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആരുടെയും മുഖം ഓർമ്മ വരും, അതുകൊണ്ടാണ് അമ്മാവൻ എന്ന് പറഞ്ഞത്. ഈ പുള്ളി ഒരു വലിയ ഡിസ്റ്റർബൻസ് ആണെന്ന് വിചാരിച്ചു. ഏത് വീട്ടിൽ പോയാലും പിന്നെ അവിടെ നിന്ന് പോവില്ല, പുള്ളി ശുശ്രൂഷിക്കാൻ പ്രയാസമാണ്, പുള്ളി പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കണം, ഭയങ്കര പൊങ്ങച്ച, രോഗിയുമാണ്, പ്രായവുമായ ആളാണ്, വന്ന ശല്യമാണ്. അപ്പോൾ ഈ സഹോദരി വിൻഡോയിലൂടെ ഇയാൾ ഗേറ്റ് തുറന്ന് വരുന്ന കണ്ടപ്പോൾ ഉള്ളിൽ എന്തായിരിക്കും വന്നത്? നല്ലൊരു ദിവസമായിട്ട് കർത്താവ് ഇയാൾ കൃത്യം ഇന്ന് വന്ന് ചേർന്നല്ലോ, സമാധാനമായിട്ടൊന്ന് ഇരിക്കാമെന്ന് വിചാരിച്ച് നടക്കുമെന്ന് തോന്നുന്നില്ല, അയാൾക്ക് വരാൻ കണ്ട ഒരു സമയം എന്ന് മനസ്സിൽ പറയും. പക്ഷെ ആളെ കാണുമ്പോൾ എന്തായിരിക്കും പറയുന്നത്? അമ്മാവ കണ്ടിട്ട് എത്ര നാളായി, ഞങ്ങളുടെ വീടൊക്കെ മറന്നോ, വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് ഇറങ്ങണേ. പ്രവൃത്തികൾ എത്ര മനോഹരം, പക്ഷേ ഹൃദയം ദൈവം കാണുന്ന പ്രവൃത്തിയല്ല, ദൈവം കാണുന്ന ഹൃദയം മാത്രമാണ്. അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ശല്യം കൃത്യം ഞങ്ങളുടെ വീട്ടിൽ വന്ന്, എനിക്കിങ്ങനൊരു വല്യമ്മ ഉണ്ടായിരുന്നു, വല്യമ്മ മരിച്ചുപോയി, സ്വന്തം വല്യമ്മയാണ്, അതുകൊണ്ട് പറയാമല്ലോ, വേറെ ആരുടെയും വല്യമ്മയല്ല. ഈ ഹൃദയത്തിലൊന്നും പ്രവൃത്തിയൊന്നും അത് എല്ലാ മനുഷ്യർക്കും ഉണ്ട്, ചിലർക്കത് പ്രായമാവും തോറും അത് കൃത്യമായി തെളിഞ്ഞു വരും. അതിൻ്റെ കാരണം ഞാൻ പറയാം. ആരെങ്കിലും ഈ അമ്മച്ചിയെ കാണാൻ വരുമ്പോൾ അമ്മച്ചി ഇങ്ങനെ കൈ പിടിച്ചിട്ട് പറയും, എൻ്റെ മോനെ എത്ര നാളായി കണ്ടിട്ട്, നീ അമ്മച്ചീനൊക്കെ മറന്നു, കരയും. പക്ഷെ കുറച്ചങ്ങ് പോയി ബോധമൊക്കെ കുറച്ച് പോകാൻ തുടങ്ങിയപ്പം ആൾക്കാർ വരുമ്പോൾ അവൻ പിന്നെയും വന്നോ, അവനിങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാനല്ല, വേറെ പണിയൊന്നുമില്ല, പണിയില്ലാതെ കയറി വന്നോളൂ. എന്താ സംഭവിച്ചെന്നറിയാം? ഇത് ആദ്യമേ ഹൃദയത്തിലുണ്ടായിരുന്ന ഇത് തന്നെയാണ്. അത് ഹൃദയത്തിലുള്ളത് വെളിയിൽ പോകാതിരിക്കാൻ ബുദ്ധിയുടെ ഒരു ആവരണം ഉണ്ടായിരുന്നു. കുറേ പ്രായമാകുമ്പോൾ ഈ ബുദ്ധിയുടെ ആവരണം അങ്ങ് പോകും, പിന്നെ ഹൃദയത്തിലുള്ളത് മറച്ചു വയ്ക്കാൻ പറ്റില്ല, ഇതെല്ലാം വെളിയിൽ വരും. അപ്പം പിള്ളേർ പറയും, അപ്പച്ചൻ ഒന്നും മിണ്ടാതിരിക്കാൻ, അപ്പച്ചൻ എന്തോ പറയുന്നു, അപ്പച്ചനെ ബോധമില്ലാതെ പറയും. ബോധം ഇപ്പോഴാണ് വന്നേക്കുന്നത് ശരിക്കും, ഇതാണ് ഒറിജിനൽ. ഇന്ന് നമ്മൾ ഒന്നും മറച്ചു വെച്ച് മറ്റുള്ളവരുടെ സ്നേഹമായിട്ട് പെരുമാറുമ്പോൾ ഓർത്തോ, തലയിലൊരു തേങ്ങ വീണാൽ അകത്തുള്ളതെല്ലാം വെളിയിൽ വരും. ഇത്രയേ ഉള്ളൂ. ബുദ്ധി കൊണ്ട് മറയ്ക്കാവുന്ന വ്യക്തിത്വങ്ങൾ, ആ ബുദ്ധിക്ക് ഒരു ഏനക്കേട് പറ്റിയാൽ നമ്മുടെ ഹൃദയത്തിലുള്ളതെല്ലാം, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മഹാവൃത്തികേടായിരിക്കും. ഞങ്ങളുടെ ചർച്ചിൽ ഒരു സൈക്കാട്രിസ്റ്റ് വരുന്നുണ്ട്, കേരളത്തിലെ നമ്പർ 1 സൈക്കാട്രിസ്റ്റാണ്, മീൻസ് ഗവൺമെൻറ് ഓർഡറിൽ, ഗവൺമെൻറ് ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞാണ്, ഭയങ്കര ഭക്തയായ ഒരു സ്ത്രീ ഒരു ദിവസം ഇത്തിരി പ്രോബ്ലമായിട്ട്, ഇത്തിരി കറക്കം എന്ന് പറഞ്ഞാൽ സ്ക്രൂവിൻ്റെ പ്രോബ്ലമായിട്ട് നമ്മൾ പറയുന്ന മാനസിക പ്രോബ്ലമായിട്ട് അവിടെ കൊണ്ടുവന്നു. വായെടുത്ത പച്ച തെറിയാണ് പറയുന്നത് പറഞ്ഞു. എത്രയോ നാളായിട്ട് തെറി വന്നു പറഞ്ഞില്ല, തെറി വരുന്നുണ്ട് വായിൽ, പറയുന്നില്ല. സ്തോത്രം എന്ന് പറഞ്ഞു. എവിടെ ഇരിക്കുക അതെല്ലാം? സ്തോത്രം എന്ന ചെറിയ മറയ്ക്കാതിരിക്കുക. ആ തട്ട് കിട്ടിയപ്പോഴേക്കും ആ സ്തോത്രം അങ്ങ് പോയി, പിന്നെ അകത്തുള്ളത് മുഴുവൻ. ഡോക്ടർ പറയാണ്, അവിശ്വാസികൾ പോലും ഇങ്ങനത്തെ വർത്തമാനം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, ഡോക്ടർക്ക് പോലും ചെവി പൊത്തേണ്ട സാഹചര്യമായിരുന്നു. അതുപോലെ നമ്മുടെ ഹൃദയത്തിനകമെന്ന് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇത് ദൈവം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഞാനായിട്ട് പോലും ഈ ദൈവം എന്നെ കൈ പിടിച്ച് അടുത്തിരുത്തിയിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഭയങ്കര. ഇഫ് യു ക്യാൻ റിയലി സീ മൈ ഹാർട്ട് ആൻഡ് ദെൻ ഹോൾഡ് ഓൺ ടു മീ ആൻഡ് കീപ് മീ ബിസൈഡ് ഹിം, ഇറ്റ് മീൻസ് ദാറ്റ്സ് അമേസിങ് അബണ്ടൻറ്റ് ഗ്രേസ് ആൻഡ് നത്തിങ് എൽസ്. കൃപയുടെ ഭയങ്കര ഒരു കർത്താവിൻ്റെ എക്സ്പ്രഷനാണ് നമ്മളെപ്പോലുള്ളവരൊക്കെ ഈവൻ സംസാരിക്കുന്ന പോലും. കാരണം അത്രയ്ക്കേ ഉള്ളൂ ഇത് സാധനം. സന്തോഷമായല്ലോ. അപ്പോൾ ഹൃദയത്തിലെ പ്രവൃത്തികളെന്ന് പറയുന്നത്, ഈ അമ്മാവനപ്പം വലിയൊരു പ്രശ്നമുണ്ടായി. അമ്മാവൻ ഇവിടെ വന്നു കയറുകയും ചെയ്തു, നല്ല പോലെ ഈ കൊച്ചുമോൾ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളതെന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ കൊച്ചുമോൾക്കൊരു വെപ്രാളമുണ്ട്, ഈ അമ്മാവനെങ്ങാനും അടുത്തെങ്ങാനും പോവുകയല്ലേ എന്നുള്ളൊരു കാര്യത്തിൽ. അപ്പോൾ എപ്പോൾ പോകണമെന്നൊന്ന് അറിയണം. അതിനെന്താ വഴി? ഊണ് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഊണ് കഴിക്കുന്നുണ്ടോയെന്ന് പറഞ്ഞാൽ കഴിക്കാൻ ഉണ്ടാക്കേണ്ടി വരും, അത് കഴിഞ്ഞ് പോകുമെന്ന് അറിയില്ലോ.
വൈകിട്ടത്തേക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കാമെന്ന് ചിലർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എങ്ങാനും ചോദിച്ചാൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് പോകാൻ നിന്നവൻ ചിലപ്പോൾ വൈകിട്ട് കൊണ്ട് നിന്നിട്ട് പോയിന്നും വരും. അപ്പോൾ സൂത്രത്തിൽ ഇത് അറിയുകയും ചെയ്യണം. പുള്ളിക്ക് ഇത് വിഷമമായിട്ട് തോന്നുകയും ചെയ്യരുത്. കാരണം പുള്ളിക്ക് വിഷമമായിട്ട് തോന്നി കഴിഞ്ഞാൽ പുള്ളി അയൽവക്കത്തെല്ലാം ചെന്ന് പറയും ഇവർ മഹാപ്രശ്നമാണ്. അപ്പോൾ അതും പ്രശ്നമാണ്. അവസാനം പുള്ളിക്കാർ ചോദ്യം ചോദിച്ചു, അമ്മാവ ഏതായാലും ഒരു ദിവസം പോട്ടെ, ഇന്ന് രാത്രി ഇവിടെ കിടന്നിട്ട് നാളെ രാവിലെ അല്ലേ പോകുന്നുള്ളൂ. അതിനർത്ഥം രാത്രി വേണേ കിടന്നോ, പക്ഷെ രാവിലെ പൊക്കോണം. പക്ഷേ ഇപ്പം പാവം അമ്മാവൻ്റെ ഒരു കിളി പോയതാ, കാരണം ബുദ്ധിയുടെ ഒരാവരണം പോയതാ, പ്രായമായല്ലോ. അപ്പോൾ അമ്മാവൻ ഇതിനകത്ത് സൂത്രങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവങ്ങ് പോയി. അപ്പോൾ അമ്മാവൻ നോക്കിയപ്പോൾ ഈ മോള് പറയുന്ന ഒരു ദിവസം അവിടെ കിടക്കാൻ നിർബന്ധിക്കുന്ന പോലെയാണ് അമ്മാവന് തോന്നുന്നത്. അപ്പോൾ അമ്മാവൻ പറയുവാണ്, മോളെ ഞാൻ സത്യം പറഞ്ഞാൽ ഒന്ന് കയറിയിട്ട് അങ്ങ് പോകണമെന്ന് വിചാരിച്ചാൽ വന്നേ. പിന്നെ ഈ മോളുടെ സ്നേഹം കണ്ടപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ ഇവിടെ ഒരാഴ്ച താമസിച്ചിട്ട് പോയേക്കാം. ഇത് കേട്ട് കഴിഞ്ഞാൽ ഈ സഹോദരിയുടെ ഉള്ളിൽ എന്തായിരിക്കും വരുന്നത്? എൻ്റെ കർത്താവെ, അനങ്ങാതിരുന്നാൽ പുള്ളി പൊക്കോണ്ടേനെ, എൻ്റെ ഓവർ എക്സൈറ്റ്മെൻറ്റ് കാരണം ചോദിച്ചും പോയി, കുരിശായല്ലോ, ഇങ്ങനെയല്ല ചിന്തിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിലെ തോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിലല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ കൺട്രോളിലുള്ളൊരു സാധനമല്ല ഈ തിങ്കിങ് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ചിന്തകളെല്ലാം പിടിച്ചടക്കാൻ പറ്റില്ല. പൗലോസ് പിടിച്ചടക്കിയത് എങ്ങനെയാണെന്ന് നമുക്ക് പതുക്കെ മനസ്സിലാക്കാം. നമ്മുടെ ശക്തിയാൽ അതൊരിക്കലും അതിനെ പിടിച്ചടക്കാൻ കഴിയില്ല. കാരണം പിടിച്ചടക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന തോട്ട് വേറൊരു പാപചിന്തയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. കാരണം എവിടെയും മനുഷ്യൻ്റെ ചിന്തകൾ സിഗ് സാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറുന്നതാണ്. അത് ചിതറി പാപത്തിൻ്റെ അടുത്ത് ചെല്ലുള്ളൂ. കാരണം നമ്മുടെ ഉള്ളിൽ ആ പഴം കിടപ്പുണ്ട്. നന്മ തിന്മകളുടെ ആ ഓസിലേഷൻ എപ്പോഴും തിന്മയിൽ ചെന്ന് മുട്ടിക്കൊണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം റോമാലേഖനം 1-ാം അധ്യായം പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള പാപങ്ങൾ, അതായത് ഹൃദയത്തിൽ വരുന്ന ചിന്തകൾ, പ്രവൃത്തിയിൽ വരുന്ന ദോഷങ്ങൾ, ഇത് രണ്ടിനെയും അതിജീവിക്കാൻ നമുക്ക് ഒരു വഴിയുണ്ട്. ആ വഴി റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ 2 കാരണങ്ങളാണ് റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത് ഈ പാപം ഇങ്ങനെ വാഴാനുള്ള കാരണം. 1, ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കാത്തത് കൊണ്ട്. 2, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട്. ഈ 2 കാരണങ്ങളാലാണ് പാപം നമ്മുടെ മേൽ വാഴുന്നത്. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടെന്നുള്ളത് നമ്മൾ തൽക്കാലം ഇപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല. കാരണം പാല് കുടിക്കുന്നതിൻ്റെ കൂടെ ഇടയ്ക്ക് പാലിനകത്തൊരു ഇറച്ചി കിടന്ന് എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് വേണ്ട. പരിജ്ഞാനം കട്ടിയാഹാരമാണ്. നമുക്കിത് അവസാനത്തെ സെഷനിലേക്ക് മാറ്റി വയ്ക്കും. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? ഈ കുട്ടിക്ക് രക്ഷപ്പെടാനൊരു വഴിയുണ്ട്. ഈ അമ്മാവൻ്റെ ഈ കുഴപ്പത്തിൽ നിന്ന് ഒറ്റ വഴിയുള്ളൂ. എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്ത് പറയണം? കർത്താവേ, ഈ അമ്മാവനെ എൻ്റെ വീട്ടിൽ ഇന്ന് രാവിലെ നീ പറഞ്ഞു വിട്ടതിനായിട്ട് സ്തോത്രം. ഈ അമ്മാവനിവിടെ താമസിക്കുമ്പോൾ എനിക്കിത് വലിയ പ്രയാസമായിരിക്കും. പക്ഷേ ക്ഷമ പഠിക്കാനും സ്നേഹം പഠിക്കാനും നീ എങ്ങനെ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാനും എന്നെ ഒരുപക്ഷെ ഇത് സഹായിക്കും. എന്നെ കുറച്ചുകൂടെ നല്ലൊരാളാക്കി മാറ്റാൻ ദൈവമേ ഈ അമ്മാവനോട് താമസിക്കുന്നതിന് നിനക്ക് സഹായിക്കാൻ പറ്റും എന്നതുകൊണ്ട് ഞാൻ നിന്നെ സ്തോത്രം ചെയ്യും. സ്തോത്രം ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ പാപത്തിൻ്റെ ആ മുനയങ്ങ് ഒടിഞ്ഞു പോകും. നിങ്ങളുടെ ഭാര്യ ഓർത്തൊന്ന് സ്തോത്രം ചെയ്തേ, ഇത്രയും നല്ല ഭാര്യ എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം. പെട്ടെന്ന് ഭാര്യയോട് എന്തെങ്കിലും കയ്പുണ്ടെങ്കിൽ അതിൻ്റെ മുന ഒടിഞ്ഞു പോകും. തിരിച്ചു പിള്ളേരെ നോക്കിയിട്ട് വൈകിട്ട് പ്രാർത്ഥിക്കാതിരിക്കുമ്പം അനുസരണമില്ലാത്ത പിള്ളേരാണ്, എന്നാൽ അവരെ നോക്കിയിട്ട് കർത്താവേ ഈ പിള്ളേരെ തന്നെ എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞു നോക്കി. നോക്കുമ്പോൾ അങ്ങനെ സ്തോത്രം പറയാൻ തോന്നിയില്ലെങ്കിലും അത് വായിന്ന് വന്നു കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങളെ നോക്കി ഒന്ന് ചിരിക്കാനും ഒന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ തോന്നും. കാരണം ആര് തന്നതാ? ദൈവം അറിയാതെ അല്ല ഈ അമ്മാവനിപ്പോൾ വീട്ടിൽ വന്നിരിക്കുന്നത്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ദൈവം അറിയാതെ നമ്മുടെ തലമുടിനാര് പോലും താഴെ വീഴുന്നില്ല. അപ്പോൾ അവനെ സ്നേഹിക്കുന്നവർക്ക് ഇതെല്ലാം നന്മയ്ക്കായിട്ടാണ് വ്യാപരിക്കുന്നത്. ആ നന്മ എന്താണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരണം. അതുകൊണ്ട് സ്തോത്രം ചെയ്താൽ എന്ത് സംഭവിക്കും? ഒരു പരിധി വരെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും അത് വെച്ച് പിശാച് നമ്മളെ ചൂഷണം ചെയ്യുന്നത് നിൽക്കും. സ്തോത്രം ചെയ്യുന്ന ഒരാളുടെ അടുത്ത്, നന്ദി പറയുന്ന ഒരാളുടെ അടുത്ത് പിശാചിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാണ്, കർത്താവ് എനിക്കൊരു വീടില്ലാത്തതിനായിട്ട് സ്തോത്രം. അപ്പോൾ വീടില്ലാത്ത കാര്യത്തിലൊരു നിരാശ ഉണ്ടാക്കാൻ
പിശാചിന് സാധിക്കില്ല. കാരണം വീടില്ലാത്തതാണ് നല്ലതെന്ന് എനിക്ക് വളരെ ശക്തമായ ബോധ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് പിശാചിനെ കുലുക്കാൻ സാധിക്കില്ല. ലോകത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും കർത്താവ് ഇത് നീ അയച്ചതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിന് പിന്നെ അവിടെ സ്പേസ് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? രോഗമായാലും ദുഃഖമായാലും പ്രയാസമായാലും കൈ ഉയർത്തി കർത്താവേ നിനക്ക് സ്തോത്രം എന്ന് പറയാൻ കഴിഞ്ഞാൽ അവിടെ പിശാചിന് അത് വെച്ച് നിങ്ങളെ മുതലെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ സ്തോത്രം കൊണ്ട് തന്നെ ഇവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ സംഭവിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ പാപത്തിൻ്റെ ശക്തിയുടെ മുനയൊടിയുന്നു, അതിൻ്റെ ബലം പോകുന്നു. അതുകൊണ്ടാണ് എപ്പോഴും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തോട് നന്ദിയുള്ള, പാപത്തിന്മേൽ ജയമെടുക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകും. ഇനി നമ്മൾ പക്ഷേ പെന്തക്കോസ്തുകാർക്ക് സ്തോത്രം ചെയ്യാൻ അറിയില്ല കേട്ടോ. ആരാധിക്കാൻ ശരിക്കും അറിയില്ലാത്തൊരു വിഭാഗമാണ് പെന്തക്കോസ്തുകാർ. അപ്പം നിങ്ങൾ ചോദിക്കുമായിരിക്കും, അയ്യോ ഞങ്ങൾ മാത്രമുള്ള ആരാധിക്കുന്ന പെന്തക്കോസ്തുകാർ. പക്ഷെ സത്യം പറഞ്ഞാൽ ആരാധിക്കാൻ അറിയാൻ വയ്യാത്ത ഒരേ ഒരു വിഭാഗം പെന്തക്കോസ്തുകാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് സത്യം അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. എന്നൊരു സത്യം എന്താ എന്നോട് പറഞ്ഞു തന്നാൽ മതി. ഒരു പാട്ട് ഞാൻ ഒരു ചർച്ച ചെന്നപ്പോൾ അവിടെ ആരാധനാ ഗീതം പാടുകയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് പാടുന്നത് എനിക്കറിയാമേ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചർച്ച വരുന്നത്. നിങ്ങൾ പലരും എന്നെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. പാട്ടിതാണ്, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷിതാവിൻ വേല ചെയ്തിടാം. പാടി നല്ലപോലെ ആരാധിച്ചു. അപ്പോൾ ഞാനത് കഴിഞ്ഞപ്പോൾ പാസ്റ്ററോട് ചോദിച്ചു, ഈ പാട്ട് എന്തിനെടുത്തത്? പക്ഷേ എന്താ, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്ന് രക്ഷിതാവിൻ്റെ വേല ചെയ്യാമെന്ന് പറഞ്ഞത് ആരാധനയാണോ സുവിശേഷത്തിനുള്ള ആഹ്വാനമാണോ? കേട്ടോ, ആരാധന എന്ന് പറഞ്ഞെന്താ? ദൈവമേ നിനക്ക് സ്തോത്രം, നീ മഹത്വവും സ്തുതിയും സ്വീകരിപ്പാൻ യോഗ്യൻ എന്ന് പറയുന്നതല്ലേ? അത് പറഞ്ഞോ ഈ പാട്ടിൽ? പറഞ്ഞില്ല. ആരോടാ സംസാരിച്ചതുപോലും ദൈവത്തോടല്ല, സംസാരിച്ചത് ആരോടാ? ജനങ്ങളോടാ. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനത്തെ ഒരു പാട്ടെടുത്താൽ എങ്ങനെ ആരാധിക്കാൻ പറ്റുന്നത്, ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞു, അത് ഞാൻ പാട്ട് പാടാമെന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ ആ പാട്ടങ്ങ് എടുത്തിട്ടു, അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചാന്ന് പറഞ്ഞു. എക്സ്ക്യൂസ് ആണല്ലോ നമ്മുടെ എല്ലാം. അപ്പോൾ ഭാര്യ ഇത് കേട്ടോണ്ടാണ് വരുന്നത്. ഉടനെ പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ പാട്ടെടുത്തതിൻ്റെ കുഴപ്പമാണ്, അവസാനം കേട്ടുള്ളൂ കേട്ടോ, നിങ്ങൾ ശരിക്കും കൈയടിക്കാത്തതുകൊണ്ടല്ലേ ആരാധന വരാഞ്ഞെന്ന് ചോദിച്ചു. മനസ്സിലായ പ്രശ്നം എന്താണെന്ന്? ഈ കൈയടിക്കുമ്പോൾ അന്യഭാഷ വരും, ഡ്രം അടിക്കുമ്പോൾ അന്യഭാഷ വരും. ഈ ഡ്രം അടിക്കുമ്പോൾ വരുന്ന അന്യഭാഷ ആരാധനയായിരുന്നു നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? പ്രാർത്ഥനയായിക്കൂടെ? അന്യഭാഷ പ്രാർത്ഥിക്കാമല്ലോ, ആലോചന പറയാലോ, അന്യഭാഷയിൽ പാടാമല്ലോ, അന്യഭാഷയിൽ എന്തും ചെയ്യാം, സ്തോത്രവും ചെയ്യാം. അന്യഭാഷ നമുക്ക് ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല വരുന്നത്. അന്യഭാഷ നമുക്ക് പേഴ്സണലായിട്ട് ദൈവത്തോട് ആത്മീക വർധന വരുത്താൻ ഉൾപ്പെടെ. അന്യഭാഷ കൊണ്ട് വരുന്നത്, അന്യഭാഷ വരുന്നത് അത് യഥാർത്ഥ അന്യഭാഷയാണെങ്കിൽ തന്നെ അതിന് 100,000 ഉപയോഗങ്ങളുണ്ട്. അതുകൊണ്ട് ഞായറാഴ്ച ആരാധിച്ചു എന്നുള്ളതിന് എന്താ തെളിവ്? ദൈവത്തിന് സ്വാ തുറന്ന് കർത്താവേ നീ യോഗ്യൻ, നിനക്ക് സ്തോത്രം എന്ന് പറഞ്ഞോ? മിണ്ടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ തെറ്റിപ്പോയോ? തെറ്റിയൊന്നും പോയിട്ടില്ല. ദൈവത്തെ സ്തോത്രം ചെയ്യാൻ ശരിക്കും പരിശീലിക്കാത്ത ഒരു കൂട്ടരാണ് നമ്മൾ. ബാക്കി എല്ലായിടത്തും പേരിനെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി മരിച്ച കർഞ്ഞാടിനെ ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ വണങ്ങി നമസ്കരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്ക് മാത്രം അങ്ങനൊരു വാഗൊണ്ട് പോലൊരു ഇത് പറയാൻ കാരണം, പ്രാർത്ഥിക്കാൻ 15 മിനിറ്റ് ഉപയോഗിച്ചാൽ അത്രയും മിനിറ്റ് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയാനും സ്തോത്രം ചെയ്യാനും നിങ്ങളുടെ രക്ഷയെ ഓർത്ത് കർത്താവിൻ്റെ യോഗ്യതകളെ ഓർത്ത് അവനെ സ്തുതിക്കാനും നമ്മൾ സമയമെടുത്താൽ നമ്മുടെ ജീവിതത്തെ ഓർത്തൊന്ന് നന്ദി പറഞ്ഞാൽ തന്നെ ഒത്തിരി വേണ്ടാത്തതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകും. നമുക്കൊന്ന് രക്ഷ ഓർത്തൊന്ന് സ്തുതിക്കാൻ കഴിഞ്ഞാൽ തന്നെ, സ്തോത്രം ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ, കർത്താവ് എന്നെ രക്ഷിച്ചത് നിൻ്റെ പ്രവൃത്തികളാണ്, നീയാണ് എൻ്റെ രക്ഷകൻ, നിന്നെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എനിക്ക് നിന്നെ മാത്രം മതി, നിന്നോടാണ് എൻ്റെ സ്നേഹം, കർത്താവെ എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും നീയാണ്, നീയല്ലാതെ ആഗ്രഹിപ്പാൻ വേറെ ഭൂമിയിൽ ആരുമില്ല. അപ്പോൾ ഇത് ഞാൻ കർത്താവിൻ്റെ പറഞ്ഞു നോക്കിയാൽ എന്ത് ഭയങ്കര റിലീഫാണ് അത്. ഇന്ന് പറയണം കേട്ടോ, വീട്ടിൽ എന്നിട്ടൊന്ന് പറഞ്ഞു നോക്കണം, നിങ്ങൾക്ക് ആരോടെല്ലാം ദേഷ്യമുണ്ട് അവരെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യും. ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. എന്തിനാണ് നമുക്ക് ശത്രുക്കളെന്നറിയാമോ? എന്തിനാണ് ശത്രുക്കൾ? യേശു കർത്താവ് പറഞ്ഞില്ലേ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന്. അപ്പോൾ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് കൽപ്പന ഇട്ടവൻ ശത്രുക്കളെ തരാതിരുന്നാൽ നമ്മളെങ്ങനെ സ്നേഹിക്കും?
അപ്പം കൽപ്പന കൊടുത്തവൻ എന്തും കൂടെ തരണം, ശത്രുക്കളെ കൂടെ തരണം. കാരണം എങ്കിലല്ലേ കൽപ്പന പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തിനാണ് നിങ്ങളുടെ വീട്ടിലും നാട്ടിലെല്ലാം ശത്രുക്കളെ തന്നേക്കുന്നത്? നിങ്ങൾ യേശുവിൻ്റെ ആൾക്കാരാണെന്ന് അറിയിക്കാൻ വേണ്ടി ആ ഒരു വഴിയുള്ളൂ. സഹോദരന്മാരെ തന്നെ വന്ദനം ചെയ്താൽ ജാതികൾ നിങ്ങൾ തമ്മിലൊരു വ്യത്യാസമില്ല. പക്ഷെ നിങ്ങൾക്ക് ശത്രുക്കൾ വേണം, ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കണം. അത് കണ്ടുകൊണ്ട് ആൾക്കാർ പറയണം ഇവർ വേറെ ആൾക്കാരാണ്, ഇവർ ക്രിസ്തുവിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ സാക്ഷ്യം വഹിക്കണമെങ്കിൽ നമുക്ക് ആര് വേണം? സന്തോഷമായോ? ഇനി നമുക്ക് പാപത്തിൻ്റെ ലൊക്കേഷൻ നമ്പർ 3 വരാം. 3-ാമത്തെ ലൊക്കേഷൻ. അപ്പോൾ ഈ അമ്മാവൻ എവിടെ ഉണ്ട്? ഇപ്പം വീട്ടിലുണ്ട്. ഈ കൊച്ചിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുക കർത്താവേ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ദിവസം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോട്ടെ, നമുക്ക് പിന്നെയും തിരിച്ചു വരാം. പാപത്തിൻ്റെ 3-ാമത്തെ ലൊക്കേഷൻ അത് റോമാലേഖനം 7-ാം അധ്യായമാണ്. ഈ റോമാലേഖനം 7-ാം അധ്യായം പലരും മനസ്സിലാക്കിയിരിക്കുന്നത് വിചിത്രമായിട്ടാണ്. ചില ആൾക്കാർ പറയുന്നത് ഇത് പൗലോസിൻ്റെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ജീവിതമായിരുന്നു. വേറെ ചില ആൾക്കാർ പറയുന്നത് പൗലോസ് രക്ഷിക്കപ്പെട്ടിട്ടും ഗുണപ്പെട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ലേഖനം, ഈ അധ്യായം എന്ന്. പക്ഷേ ശരിക്കും ഇത് പൗലോസിനെ കുറിച്ചുള്ളതേ അല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം. ഈ അധ്യായമേ പൗലോസിനെ കുറിച്ചല്ല. റോമാലേഖനത്തിൻ്റെ 6-ാം അധ്യായം പറയുന്നത് പാപത്തിൽ നിന്ന് എങ്ങനെ സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്നുള്ളതാണെങ്കിൽ 7-ാം അധ്യായം പറയുന്നത് നിയമത്തിൽ നിന്ന് എങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിക്കാമെന്നാണ്. ശരിക്കും ന്യായപ്രമാണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മളെ രക്ഷിക്കുന്നില്ല, നീതീകരിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് 7-ാം അധ്യായത്തിൽ ചോദിച്ചിരിക്കുന്നത്. അതിന് പൗലോസ് അയാളെ തന്നെ ഒരു എക്സാമ്പിളാക്കി വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും അത് പൗലോസിനെ കുറിച്ചുള്ള ചർച്ചയല്ല. നിയമം എന്തുകൊണ്ട് തോറ്റുപോയി, എന്തുകൊണ്ട് നിയമം വഴി ഒരാൾക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് 7-ാം അധ്യായം. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നത് പൗലോസ് എന്ന എക്സാമ്പിൾ എടുത്തുകൊണ്ടാണ് എങ്ങനെയാണ് ഒരു വളരെ നല്ല ഒരു വിശ്വാസി ആയിട്ട് പോലും നിയമപ്രമാണം കൊണ്ട് അവന് ജയിക്കാൻ പറ്റാതെ പോയത് എന്നുള്ളതിൻ്റെ വിശദീകരണമാണ് 7-ാം അധ്യായം. നമുക്കതുകൊണ്ട് മുഴുവൻ വായിക്കണ്ട. 7-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം വായിക്കാം. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഓക്കെ, ആ അതാണ്. അപ്പോൾ ഹൃദയം നന്നായിട്ടുണ്ടല്ലേ? അയാളുടെ ഹൃദയം വളരെ നന്നായിട്ടുണ്ട്. നമ്മളൊക്കെ എവിടെ രസിക്കുന്നേ? ന്യായപ്രമാണത്തിൽ രസിക്കുന്ന ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ടോ? നമ്മൾ രസിക്കുന്നത് എന്താണെന്നറിയോ? ന്യൂസ് കണ്ട് രസിക്കുന്നു, കഥകൾ കേട്ട് രസിക്കുന്നു, തമാശ കണ്ട് രസിക്കുന്നു. പിന്നെ നമുക്കിഷ്ടമില്ലാത്ത ആൾക്കാരുടെ കുറ്റങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന രസം അല്ലേ? 2 പാസ്റ്റർമാർ കൂടിയിരുന്ന് 3-ാമത്തെ പാസ്റ്ററുടെ കുറ്റം പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമില്ല, ഒരു പ്രത്യേക സുഖം. പിന്നെ പണ്ടൊരാൾ ചോദിച്ചു നിങ്ങൾ ഉച്ചയ്ക്ക് എന്താ ഫുഡെന്ന് ചോദിച്ചു. ഞായറാഴ്ചത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ രാവിലെ ഇത് കറിയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഞങ്ങൾ പാസ്റ്റർ ഫ്രൈയും കൂടെ ചേർത്താണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഉച്ച വരെയുള്ള സർവീസിൽ പാസ്റ്ററുടെ കുറ്റം കൂടെ പറഞ്ഞിട്ടാണ് ഈ ആഹാരം അതിൻ്റെ കൂടെയാണ് ഇരുന്ന് കഴിക്കുന്നത്. പാസ്റ്റർ ഫ്രൈ എന്ന് പറയും. ഇതൊന്നും ഇവിടെ കാണുകയല്ല, ഞാൻ പറഞ്ഞ പൊതുവേ. അപ്പോൾ ഈ നമുക്ക് രസിക്കാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ പാപം എന്ന് പറയുന്നതിനകത്ത് തന്നെ രസമുണ്ട്. രസമില്ലെങ്കിൽ ആരും പാപം ചെയ്യല. പാപം ചെയ്യാൻ ഹിമാലയം വരെ ഓടണം എന്ന് പറഞ്ഞാൽ ആരും പാപം ചെയ്യല. നമുക്ക് വളരെ ഈസി ആയിട്ട് വരുന്നതുകൊണ്ടായി പാപം ചെയ്യുന്നത്. പാപം ചെയ്യുന്നതിനകത്തൊരു രസവും സുഖം ഉള്ളതുകൊണ്ടല്ല ചെയ്യല. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കൊരു അലർജി ഉണ്ടെന്ന് വിചാരിച്ചോ. ആരെങ്കിലും വേറെ ആരുടെയും കുറ്റം പറയുന്നത് ഞാൻ കേട്ടാൽ എനിക്ക് ദേഹമാകെ ചൊറിഞ്ഞടിക്കുന്ന ഒരു അസുഖം ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പം നിങ്ങൾ വന്നിട്ട് ആ പാസ്റ്റർ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറയും പ്ലീസ് ബ്രദർ ഉപദ്രവിക്കരുത്, എനിക്ക് ആരുടെയും കുറ്റം കേൾക്കാൻ വയ്യ. കുറ്റം കേട്ട ഉടനെ എനിക്ക് ദേഹമാകെ അലർജി ഉണ്ടാവും. ഞാൻ ആരുടെയും കുറ്റം കേൾക്കാൻ പോവോ? ആരുടെയും കുറ്റം കേൾക്കാൻ പോവില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അലർജി ഇല്ലെന്ന് മാത്രമല്ല, എനിക്കിഷ്ടമില്ലാത്ത ഒരാളുടെ കുറ്റം വേറെ ആൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര നിർവൃതിയാണ്. എനിക്ക് പറയുകയും വേണ്ട, എന്നാൽ എനിക്ക് കേൾക്കുകയും ചെയ്യാം. അതിൻ്റെ ഒരു സുഖം. ഈ രസങ്ങളാണ് നമ്മളിങ്ങനെ പാപത്തിൻ്റെ കുറ്റിയിൽ തളച്ചിട്ടിരിക്കുന്നത്. ഭയങ്കര രസമാണ്. പാപം ചിന്തിക്കുമ്പം പാപം തരുന്ന ഒരു രസമുണ്ട്. ആ രസത്തിൽ മതിച്ചാണ് നമ്മൾ പാപം ചെയ്യാതിരിക്കുന്നത്, പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത്, പാപത്തിൻ്റെ അടിമകളാക്കി നമ്മളെ വെച്ചിരിക്കുന്നത്. ഇവിടെ പൗലോസ് പറയാണ് എൻ്റെ രസം ഇതൊന്നുമല്ല, എൻ്റെ രസം ദൈവത്തിൻ്റെ വചനമാണ്. എന്ത് ഭയങ്കര ഡെലിവറൻസാണ്. ഇമാജിൻ. ഞാൻ സന്തോഷിക്കുന്നത് ലോകത്തിലുള്ള ഒന്നിലുമല്ല, ഞാൻ സന്തോഷിക്കുന്നത് പ്രമാണത്തിലാണ്. അത് വായിക്കുമ്പോഴാണ് എനിക്ക് രസം, അത് മനസ്സിലാക്കുമ്പോഴാണ് എനിക്ക് ആനന്ദം. അപ്പോൾ ആൾ ശരിക്കും
കർത്താവിനെ സ്നേഹിക്കുന്ന ഒരാളാണ്, ഉള്ളം കൊണ്ട് നന്മ മാത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഹൃദയത്തിൽ ഒത്തിരി വെളിച്ചമുള്ള ആളാണ്. നമ്മളെപ്പോലെ അത്ര ഡബിൾ മൈൻഡഡ് ആളൊന്നുമല്ല. വേണമെങ്കിൽ പറഞ്ഞാൽ നല്ല മനുഷ്യനാണെന്ന് വേണം നമുക്ക് പറയാം. വെരി ഗുഡ് മാൻ. ന്യായപ്രമാണം അനുസരിക്കുന്നവൻ. നമുക്കറിയാമല്ലോ പൗലോസിനെ കുറിച്ച്. ന്യായപ്രമാണമല്ല അതുപോലെ അനുസരിക്കുന്നവൻ. നോക്കിയാൽ കുറ്റം ഒന്നും പറയാൻ ഇല്ലാത്തവനാണ് ആര്? പൗലോസ്. പക്ഷെ പൗലോസ് പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന നന്മ എന്നിൽ നിന്ന് വരാതിരിക്കാൻ എന്നിൽ പ്രവർത്തിക്കുന്ന, എൻ്റെ അവയവങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്നാണ്. ഈ അവയവങ്ങളിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്ന് പറയുന്നത് എന്താണ്? അടുത്ത വാക്യത്തിൽ പറയുന്നത് 24 വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? പ്രശ്നം, മൂന്നാമത്തെ ലൊക്കേഷൻ ഓഫ് സിൻ എന്ന് പറയുന്നത് പ്രവൃത്തികളല്ല, ചിന്തകളല്ല, ശരീരമാണ്. സിൻ ഇൻ ദ ബോഡി, സിൻ ഇൻ ദ ഓർഗൻ. ഇവിടെ വലിയൊരു പ്രതിസന്ധിയുണ്ട്. ഹൃദയത്തിലെ ചിന്തകളുടെ മേൽ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് സ്തോത്രം ചെയ്തും ആരാധിച്ചുമൊക്കെ ഒരു വിധമൊക്കെ ചിന്തകളെ കർത്താവിലേക്ക് തിരിച്ചു വിട്ടും ബൈബിൾ വായിച്ചുമൊക്കെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാം. പക്ഷേ ശരീരത്തിൻ്റെ പാപമെന്ന് പറയുന്നത് അങ്ങനെ തൂത്ത് കളയാൻ പറ്റില്ല. ശരീരം വീണ്ടെടുക്കപ്പെടുന്നത് കർത്താവിൻ്റെ 2ാം വരവിൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ അവയവങ്ങളുടെ തത്വവുമായി നമ്മൾ പോരാടേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ എപ്പോഴും പൗലോസ് പറയണം, എൻ്റെ ഹൃദയം കൊണ്ട് എത്ര ആഗ്രഹം ഉണ്ടെങ്കിലും തീരുമാനം എടുത്താലും എന്ത് സംഭവിച്ചാലും എൻ്റെ അവയവങ്ങളിലുള്ളൊരു ശക്തി കാരണം എനിക്കൊന്നും അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ബ്രദർ, എത്ര പേർക്ക് ഇത് മനസ്സിലായ അഭിപ്രായം ഉണ്ട്? ഇങ്ങനെ തന്നെയാണ്. ഒരു ഭയങ്കര കഷ്ടം തന്നെയാണ്. വിശ്വാസിയാണ്, ദൈവത്തെ ഇഷ്ടമാണ്, വചനം ധ്യാനിക്കുന്ന ആളാണ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളൊരു പ്രസംഗം പറയാമല്ല, സത്യത്തിൽ അപ്പോസ്തോലിക ഉപദേശം എന്താണെന്ന് വിശദീകരിക്കുക. ഇത് നിങ്ങളും എല്ലായിടത്തും വിശദീകരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. കാരണം പാപം എവിടെയാണ് കിടക്കുന്നത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാതെ എങ്ങനെയാണ് അതിനോട് പോരാടുന്നത്? നമ്മുടെ ഹൃദയം നന്നായതുകൊണ്ടൊന്നും ആകുന്നില്ല. ഓക്കെ, ഈ അമ്മാവൻ എവിടെ ഉണ്ട്? വീട്ടിലുണ്ട് അല്ലേ? ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, എപ്പോഴും സ്തോത്രം ചെയ്ത് ചൂടുകൾ ഉണ്ടാക്കി കൊടുക്കും, സ്തോത്രം ചെയ്ത് പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കും, സ്തോത്രം ചെയ്ത് ഇങ്ങനെ ഇരിക്കും. 3-4 ദിവസം രാവിലെ അമ്മാവൻ പറയുവാണ്, മോളെ ഞാൻ അന്ന് തന്നെ പോകാൻ വേണ്ടി വന്ന, പിന്നെ മോളുടെ ഒരു സന്തോഷം കൊണ്ട് ഞാൻ ഇത്ര നാൾ നിന്നതാണ്, ഞാൻ ഇന്നങ്ങ് പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ മോൾ എന്ത് പറയും? എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അമ്മാവ, വല്ലപ്പോഴും വരണേ എന്ന് പറയും. അല്ലേ? അങ്ങനെയല്ലേ പറയുള്ളൂ? മാക്സിമം നല്ലതായിട്ട് പറയാനാ. അങ്ങോട്ട് അമ്മാവൻ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ പോകുമ്പോൾ മോൾ ആലോചിക്കും, എൻ്റെ കർത്താവേ, ഇയാളെ സ്നേഹിക്കാൻ ഈ സ്നേഹം എൻ്റെ അവയവത്തിൽ ഉണ്ടാകുന്നില്ലോ. എന്താ 4 ദിവസം ഇവിടെ താമസിച്ച ഒരാൾ എൻ്റെ അമ്മാവൻ, എന്തുകൊണ്ടാണ് എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ്? സ്നേഹം ഉണ്ടായിരുന്നത് എന്ത് പറഞ്ഞേനെ? 2 ദിവസം കൂടെ കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ് പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. 7 ദിവസം എന്ന് പറഞ്ഞല്ലേ അമ്മ, പിന്നെ എന്താ നേരത്തെ പറഞ്ഞു ചോദിച്ചേനല്ലേ? അതുപോലും സ്നേഹമല്ല. യഥാർത്ഥ സ്നേഹമായിരുന്നു. അങ്ങനെയൊന്നും അല്ല പറയുന്നത്. യഥാർത്ഥ സ്നേഹമാണ് അമ്മാവനെ നോക്കി പറഞ്ഞേനെ, കസേര ഒടിഞ്ഞോ? മിക്കവാറും ഞാനാണ് ഓടിക്കുന്നത്. ഓക്കെ, അമ്മാവനോട് പറഞ്ഞേനെ 7 ദിവസം കഴിഞ്ഞ് പോകാമെന്നല്ല പറയുന്നത്. അമ്മയോട് പറയുന്നത്, അമ്മാവൻ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് വയസ്സനാം കാലത്ത് നടക്കുന്ന, എവിടെയെങ്കിലും വീണാൽ പോലും ആരും അറിയില്ല, എങ്ങും പോകണ്ട, ഞാൻ നോക്കിക്കോളാം എന്നായിരുന്നു പറയണ്ടേ. അത് നിങ്ങളുടെ മനസ്സിൽ പോലും വന്നില്ലല്ലോ ആ പരിപാടി. ശരിക്കും സ്നേഹം ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു പറയണ്ടേ. പക്ഷേ ഈ കൊച്ച് എത്ര വിചാരിച്ചിട്ടും ആ ഒരു സാധനം മാത്രം ഉണ്ടാകുന്നില്ല, സ്നേഹം. കിഡ്നി കൊടുക്കാം, സ്നേഹം ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. വികാരങ്ങളുണ്ടല്ലോ ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണുകൾ, നല്ല വികാരം ഒന്നും ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ പറമ്പ് നോക്കി, ഗുണമുള്ള ഏതെങ്കിലും ഒരു സാധനം തന്നെ ഉണ്ടായി വരുമോ? തന്നെ ഉണ്ടായി വരില്ല. തന്നെ ഉണ്ടായി വരുന്ന മുഴുവൻ മുള്ളും ഞെരിഞ്ഞില്ല. ശാപം കിട്ടിയ സ്ഥലം അങ്ങനെയാണ്. നേരെ തിരിച്ചായിരുന്നെങ്കിലോ, പച്ചക്കറി എല്ലാം തന്നെ ഉണ്ടായി വരും, മുള്ളും ഞെരിഞ്ഞിലാണെങ്കിൽ നമ്മൾ വിതയ്ക്കണം എന്നായിരുന്നു, എന്ത് സന്തോഷമായിരുന്നു. നമ്മൾ അല്ല ചുമ്മാ പറമ്പിൽ പോയി പറിച്ച് തിന്നാൽ മതിയായിരുന്നു. പക്ഷെ ശാപം കിട്ടിയ മണ്ണിൽ നല്ല ചെടികൾ സ്വാഭാവികമായി ഉണ്ടാവില്ല. അതിന് വേർക്കണം, അധ്വാനിക്കണം, അല്ലാതെ ഉണ്ടാവില്ല. വേണ്ടാത്ത ചെടികൾ ഇഷ്ടം പോലെ ഉണ്ടായിക്കോളും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ്, നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന കെമിക്കൽസ് ഉണ്ട്, ഇത് നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നു. ബ്രെയിനിൽ നിന്ന് വരുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഡോക്ടർമാരോട് ചോദിച്ചാൽ മതി, സത്യമാണ്. ഇവർ പറയുന്നത് സത്യമാണ്.
നമുക്ക് ബിഹേവിയർ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ ഒരു മരുന്ന് തരും. മരുന്ന് തരുമ്പോൾ ഇങ്ങനെ മയങ്ങിയിരുന്നോളും. അപ്പോഴും ഇവർക്ക് മാനേജ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. എന്നാൽ കുറച്ച് സ്നേഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ തരാൻ പറ്റിയില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ദൈവം നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. സ്നേഹിക്കുക. നമ്മുടെ ശരീരം ഈ വീണുപോയ ശരീരം ആയതുകൊണ്ട് ഇതിനകത്ത് ആ സാധനം ഉണ്ടാവില്ല. പഴയ നിയമത്തിൽ എത്ര കൽപ്പന ഉണ്ടെന്നറിയോ? മൊത്തം 613 കൽപ്പന ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടില്ല. മൊത്തം എണ്ണി നോക്കിയിട്ടില്ല കേട്ടോ, ഞാൻ എണ്ണിയിട്ടില്ല, ആരൊക്കെയോ എണ്ണിയതാണ്. ചിലർക്ക് സമയം ഒത്തിരി ഉണ്ട്, ചിലർക്ക് അത്ര സമയമില്ല. അതിൻ്റെയാണ് ചിലർ എണ്ണുന്നത്. 613 കൽപ്പനകൾ. ഈ 613 കൽപ്പനകൾ യഹൂദന്മാർ കണ്ടപ്പോൾ വിചാരിച്ചു, പാടാണല്ലോ, 613 കൽപ്പന അനുസരിക്കണമല്ലോ, ചെയ്തേക്കാം, 1 2 3. ഇവർ കഷ്ടപ്പെട്ട് ജീവിതകാലം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്ത് 613 കൽപ്പന അനുസരിച്ചു. പക്ഷേ ചിലവന്മാർ ബുദ്ധിമാന്മാർ, അവർക്ക് മനസ്സിലായി ദൈവം ഡിമാൻഡ് ചെയ്യുന്ന ഈ 613 അല്ല. ദൈവം ഡിമാൻഡ് ചെയ്യുന്ന 2 കാര്യമുള്ളൂ. നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങി. അപ്പോൾ പ്രശ്നം എന്താണെന്നറിയാം? 613 ഒരു കൽപ്പന ഞാൻ എടുത്ത് അനുസരിക്കാൻ പോവാം. ഫോർ എക്സാമ്പിൾ അനുസരിക്കാൻ പോവാം. അതായത് എൻ്റെ വീട്ടിലെ ഒരു പശുവിനെ പശു ഒരു ആടിനെ ഞാൻ യാഗമർപ്പിക്കാൻ പോവാം. കുറേ ആടുകളുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ ഏറ്റവും നല്ലതും ഊനമില്ലാത്തതുമായതിനെ ഞാൻ തിരഞ്ഞെടുത്തു. പിള്ളേർ ഒരു സൈഡിൽ നിന്ന് കരയാൻ തുടങ്ങി. കാരണം ഈ ആട് അവൻ്റെ വലിയ ഫ്രണ്ടാണ്. പിള്ളേരുടെ കളിച്ചും ചിരിച്ചും നടക്കുന്ന ആട്. ഒരു ദിവസം ആടിനെ ഞാൻ അറക്കാൻ കൊണ്ടുപോവാം. അപ്പോൾ പിള്ളേർ കരച്ചിൽ, ഭാര്യ കരച്ചിൽ, എനിക്ക് സങ്കടം. ഞാൻ പറയും, കർത്താവ് എന്നാലും നീ ഏറ്റവും ബെസ്റ്റിനെ തന്നെ ചോദിച്ചല്ലോ, ഏറ്റവും മോശത്തെ ചോദിക്കുമായിരുന്നു, എത്ര സന്തോഷമായിട്ട് ഞാൻ തന്നേനെ. എന്നാലും നിൻ്റെ കൽപ്പനയ്ക്ക് അനുസരിച്ച് ഞാൻ ഏറ്റവും നല്ലതിനെ തന്നെ തന്നേക്കാം. നമ്മളിന്ന് ഏറ്റവും മോശത്തെ കൊടുക്കുന്നത്. ഒരു 15 വർഷം മുമ്പ് ഞാൻ അടിമാലി നിൽക്കുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എന്താ? SSLC എക്സാമാണ്, അതുകൊണ്ട് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഓക്കെ പ്രാർത്ഥിക്കാം. അടുത്ത വാക്യം, തോറ്റ അവനെ ബൈബിൾ കോളേജിൽ വിടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തോക്കാൻ പ്രാർത്ഥിക്കുന്നതല്ലേ നല്ലത്. കാരണം ബൈബിൾ കോളേജിൽ പോയി എന്തായാലും സുവിശേഷകൻ ഉണ്ടാകട്ടെ. പുള്ളി ഭയങ്കര ദേഷ്യത്തിൽ അങ്ങ് പോയി. 1 വർഷം കഴിഞ്ഞപ്പം ഞാൻ പിന്നെ അയാളെ വഴിയിൽ വെച്ച് കണ്ടു. ഞാൻ ചോദിച്ചു, മോൻ ജയിച്ചോന്നല്ല, മോൻ തോറ്റു അല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. തോറ്റുപോയി പാസ്റ്ററെ എന്ന് പറഞ്ഞു. ബൈബിൾ കോളേജ് വിടുന്നുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടെ അവന് ചാൻസ് കൊടുത്തിട്ടുണ്ട്, ഈ പ്രാവശ്യം കൂടെ തോറ്റാലേ ബൈബിൾ കോളേജ് വിടുള്ളൂ. അപ്പം ഊനം ഉണ്ടെങ്കിൽ പോരാ, അത് ഊനം നന്നാവില്ല എന്നും കൂടെ തെളിവുണ്ടെങ്കിൽ മാത്രം നമ്മൾ ദൈവത്തിന് കൊടുക്കും. പക്ഷേ ഇവിടെ ഏറ്റവും ബെസ്റ്റിനെ കൊണ്ടുപോയി ദൈവത്തിന് കൊടുക്കാൻ പോകുമ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ ഭയങ്കര വിഷമം, വേദനയാണ്. ഞാൻ കൊണ്ട് അർപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരും പറയും, എൻ്റെ ഏറ്റവും നല്ലതിനെയാടാ ഞാൻ കൊടുത്തത്, നിന്നെപ്പോലെ പറ്റിച്ചിട്ടില്ല എന്ന് പറയും. പക്ഷേ ദൈവം ഇയാൾക്ക് 0 ഇടാൻ കാരണം എന്താണെന്നറിയോ? ദൈവം ഒരൊറ്റ കാര്യം ചോദിച്ചുള്ളൂ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ സ്നേഹിച്ചോ അത് ആടിനെ സ്നേഹിച്ചോ? കൂട്ടി നോക്കുമ്പോൾ മക്കളെ ആടിനെ സ്നേഹിച്ചേക്കുന്നത്, ദൈവത്തിന് പിന്നെ ഗതിയില്ലാത്തതുകൊണ്ട് കൊടുത്തതാണ്. അപ്പോൾ പൂർണ്ണമായി സ്നേഹിക്കണം എന്നുള്ള ഒരൊറ്റ കമാൻഡ് അതുമാത്രമേ ദൈവം നോക്കുന്നുള്ളൂ. ഈ 613 കൽപ്പന അനുസരിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഈ ഒരൊറ്റ കാര്യം നോക്കുന്നുള്ളൂ, ഇവൻ എന്നെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിച്ചോ? ഇല്ല, 0. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നിങ്ങളുടെ 2 ചക്കപ്പഴം ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു ചക്കപ്പഴം അയൽവക്കക്കാരനുണ്ട് കൊടുത്താൽ നിങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിച്ചു. പക്ഷേ നല്ല ചക്കപ്പഴം കൊടുക്കും, ഇത്തിരി വാടിയത് കൊടുക്കും. നമ്മുടെ വീട്ടിൽ പിള്ളേർ ഇത് കഴിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാടിയത് കൊടുക്കും. എന്നിട്ട് പറയും, അയാളുടെ വായിരിക്കുന്ന ചീത്ത കേൾക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കൂടെ പറയും, അത്ര നല്ലതാണെന്ന് അറിയത്തില്ല, ഒന്ന് കട്ട് ചെയ്ത് നോക്ക് എന്ന് പറയും. ചക്കപ്പഴം കൊടുത്തതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. പക്ഷേ സ്നേഹമില്ലാത്തതുകൊണ്ടും 0 ആയി കിട്ടിയത് മുകളിൽ നോക്കുമ്പോൾ. അപ്പോൾ ഒരു കൽപ്പനയും പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. കൽപ്പനകൾ ഇഷ്ടം പോലെ ഉണ്ട്, പുതിയ നിയമത്തിലുണ്ട് പഴയ നിയമത്തിലുണ്ട്, പക്ഷെ ഒന്നും പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. കാരണം മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട്, ഭയങ്കര സന്തോഷം. എനിക്ക് യേശു സ്നേഹമാണെന്നും യേശു സ്നേഹിക്കാൻ പറഞ്ഞു എന്നൊക്കെ എനിക്കറിയാം, ഭയങ്കര സന്തോഷം. ഇതുപോലെ ഒരു ദൈവം പറഞ്ഞിട്ടില്ല, ഒരു കർത്താവും പറഞ്ഞിട്ടില്ല, ഒരു പുസ്തകത്തിലും ഇല്ല. ശത്രുക്കളെ സ്നേഹിക്കണമെന്നില്ല, നമ്മൾ എത്ര തല്ലിയാലും നമ്മൾ തിരിച്ചു തല്ലിയാലും, ഇതൊക്കെ അറിയാം. പക്ഷേ ഈ തല്ലുന്നതിനോട് സ്നേഹമില്ല, സ്നേഹം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഞങ്ങളെ തൊട്ടവനെയൊക്കെ ഞങ്ങൾ സ്നേഹിച്ചിരിക്കുന്നു, ക്ഷമിച്ചിരിക്കുന്നു, കർത്താവേ അവന് വേണ്ടത് കൊടുക്കണേ എന്ന്. പ്രതികാരം ദൈവത്തിനുള്ളതല്ലോ. സത്യമാണോ ഞാൻ പറയുന്നത്? നമ്മുടെ കാര്യം തന്നെയാണോ? തൃശ്ശൂർ എങ്ങനെയാണെന്ന് എനിക്ക് വലിയ പിടിയില്ല കേട്ടോ.
അപ്പം ശരീരത്തിൽ ഈ സാധനം ഉണ്ടാകുന്നില്ല. ഞാനിത് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ, എന്നെ ദൈവം ഈ വചനമെല്ലാം പഠിപ്പിച്ചത് ജീവിതത്തിലിട്ട് നല്ല പൊട്ടി തന്നിട്ട്. ഞങ്ങൾക്ക് 4 പിള്ളേരാണ്, 3 പേര് അഡോപ്റ്റഡ് പിള്ളേരാണ്. നിങ്ങളെ ഫോട്ടോയിൽ കണ്ട ഒരു കുട്ടി എൻ്റെ അനിയൻ്റെ കുട്ടിയാണ്. ഒരു മോൻ മരിച്ചുപോയ മോൻ അന്ന് ഉണ്ടായിട്ടില്ല, അല്ല ശരി, മരിച്ചുപോയ ശേഷം ആ ഫോട്ടോ. ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ സ്വന്തം ഒരു മോനുണ്ട്, അതല്ലാതെ 3 കുഞ്ഞുങ്ങൾ അഡോപ്റ്റഡ് പിള്ളേരാണ്. എസ്തേർ, ജമീമ എന്നൊക്കെ പറഞ്ഞ പിള്ളേരെല്ലാം അഡോപ്റ്റഡ് പിള്ളേരാണ്, ദത്ത് പിള്ളേരാണ്. അതിൽ തിമോത്തി എന്ന് പറഞ്ഞൊരു കുട്ടി ഞങ്ങളുടെ ഇടയിൽ നിൽപ്പുണ്ട്. ഇത്തിരി പൊക്കം കുറഞ്ഞൊരു, ഇത്തിരി ബ്ലാക്കിഷ് ആയിട്ടുള്ളൊരു കുട്ടി. അവൻ HIV പോസിറ്റീവാണ്. എടുക്കുമ്പോഴേ അങ്ങനെ ആയിരുന്നു, എയ്ഡ്സ്, HIV. അപ്പം ഞങ്ങൾ അവനെ ബാംഗ്ലൂരിലുള്ളൊരു കെയർ സെൻറ്ററിലാക്കിയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം 2017 ജൂലൈയിൽ ഞാൻ ഇവനെ കാണാൻ വേണ്ടി ഞങ്ങൾ കുടുംബമായിട്ട് ഈ കെയർ സെൻറ്ററിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ചെന്നു, ഇവനോട് സംസാരിച്ച് കുറേ സമയം ഇരുന്നു. തിരിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞാൻ വണ്ടിയെ കയറി കഴിഞ്ഞപ്പോൾ എന്നോട് എൻ്റെ ഉള്ളിലൊരു പ്രേരണ തോന്നി, ഒന്നും കൂടെ പോയി അവനോടൊരു ബൈ പറഞ്ഞിട്ട് വരണം. അപ്പം ഞാൻ തിരിച്ച് ചെന്ന് അവൻ്റെ അടുത്ത് ചെന്ന് അവനെങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, മോനെ പപ്പ അടുത്ത മാസം വരാൻ കേട്ടോ എന്ന് പറഞ്ഞു. അവൻ തലയാട്ടി, പക്ഷെ കരഞ്ഞുപോയി, ഭയങ്കരമായിട്ട് കരഞ്ഞു. എന്നെ കെട്ടിപ്പിടിച്ച് കരച്ചിലായിരുന്നു. ഇങ്ങനെ മുറുക്കി അങ്ങ് പിടിച്ചു. ഷർട്ട് മുഴുവൻ നനഞ്ഞ് കുളിച്ചിങ്ങനെ കണ്ണുനീരൊഴുകുക. ഞാൻ 5-10 മിനിറ്റായി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ വിചാരിച്ചു അവൻ കരഞ്ഞങ്ങ് തീർക്കട്ടെ, വിഷമം അങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ച് അവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിന്നു. കുറേ നേരം നിന്നു. കുറേ കഴിഞ്ഞ് അവൻ കരച്ചിലൊക്കെ നിർത്തി. അവൻ തിരിച്ചു പോയി, ടാറ്റ പറഞ്ഞ് ചിരിച്ചു. സന്തോഷമായിട്ട് ഞങ്ങൾ പോകുന്നു. പോരുന്ന വഴിക്ക് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, എന്തുകൊണ്ടാണ് എനിക്ക് അവനെ സ്വന്തം മോനെ പോലെ എൻ്റെ വീട്ടിൽ വളർത്താൻ പറ്റാത്തത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, സിമ്പിൾ, നിൻ്റെ രക്തമല്ലാത്തതുകൊണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവ് 3 വയസ്സിൽ അവനെ എടുത്തതാണ്. അവനെന്ന് ഗമ്മിന്ന് ബ്ലീഡിങ്, ലൂസ് മോഷൻ, പനി, ഇതൊന്നും വക വയ്ക്കാതെ ഞങ്ങൾ ഗ്ലൗസ് ഇട്ടിട്ടാണെങ്കിലും ഇവനെ കൊണ്ട് നടന്നു. ഹോസ്പിറ്റലിൽ കൊണ്ട്, സ്കൂളിൽ കൊണ്ട് ചേർത്ത് ഞങ്ങളുടെ കൂടെ താമസിപ്പിച്ചു. 10 വർഷം ഞങ്ങളുടെ കൂടെ അവൻ താമസിച്ചു. ഞങ്ങളുടെ പിള്ളേരുടെ കളിച്ചു. ഞങ്ങൾ കൊണ്ട് സ്കൂളിൽ ചേർത്ത്. ഞങ്ങൾ പേരിട്ട് എൻ്റെ മകനെന്നുള്ള സൺ ഓഫ് ചേസ് ജോസഫ് എന്ന് പറഞ്ഞാൽ ചേർത്തിരിക്കുന്നത്. ഇത്രയെല്ലാം ഞങ്ങൾ ചെയ്തിട്ടും സ്നേഹമില്ലയെന്ന് കർത്താവ് പറഞ്ഞു. നീ തന്നെയല്ല, ഇപ്പം ഞങ്ങൾ കേരളത്തിലോട്ട് പോകുന്നു, ഇവന് സെക്കൻഡറി ഇൻഫെക്ഷൻസ് വന്നു തുടങ്ങി. TB ഉണ്ട്, ചില സമയത്ത് TB ഉണ്ടായിരുന്നു. അന്ന് TBയുടെ മുഴകളുണ്ടായിരുന്നു. അവന് ചില സമയത്ത് ശ്വാസം കിട്ടാതെ വരുമ്പോൾ ഓക്സിജൻ മാസ്ക് വെക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി. സാച്ചുറേഷൻ കുറഞ്ഞു പോകുന്ന അവസ്ഥ, പല മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പം, കേരളത്തിലോട്ട് കൊണ്ടുവരാനും പറ്റാത്തൊരവസ്ഥ വന്നപ്പം, ഇവിടെ കൊണ്ടുവന്ന സ്കൂളിൽ ചേർക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട്, ഇവിടുത്തെ ചോദ്യം ചെയ്യലുകൾ കൂടുതലായതുകൊണ്ട്, അപ്പനും അമ്മയ്ക്കും എയ്ഡ്സ് ഇല്ല, കൊച്ചിനെങ്ങനെ ഉണ്ടായി ചോദിച്ചാൽ ഇതിലൊന്നും സമാധാനം പറയാൻ പറ്റാത്തതുകൊണ്ട്, ഇതുകൊണ്ടൊക്കെ അല്ലേ കർത്താവ് ഞങ്ങളിവനെ കേരളത്തിലോട്ട് കൊണ്ടുവരാഞ്ഞത്? ഇതൊക്കെ കർത്താവിനോട് ഇങ്ങനെ സംസാരിക്കുന്നതാണ്. നിങ്ങൾ വിചാരിക്കും കർത്താവ് ഇങ്ങനെ സംസാരിക്കുമെന്ന്. അത്ഭുതകരമായിട്ട് സംസാരിക്കും കർത്താവ്. ഉടനെ കർത്താവിനോട് പറഞ്ഞു, നീ എന്ത് എക്സ്ക്യൂസ് പറഞ്ഞാലും ശരി, നീ നിൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഞാൻ ആലോചിച്ചപ്പോൾ സംഗതി ശരിയാണ്. എല്ലാ പ്രാവശ്യത്തെയും പോലെ കർത്താവ് കറക്റ്റും ഞാൻ തെറ്റുമാണ്. ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ സംഗതി ശരിയാണ്. അവൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞായിരുന്നെങ്കിൽ അവൻ ബാംഗ്ലൂരിൽ അവൻ്റെ കെയർ സെൻറ്റർ എവിടെയാണോ അതിൻ്റെ അടുത്ത് തന്നെ ഞാനൊരു വീടെടുത്ത് താമസിച്ചേനെ. എല്ലാ ദിവസവും രാവിലെ ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞേനെ, അവൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചേനെ, അവൻ എന്തായി കണ്ടീഷൻ അന്വേഷിച്ചുകൊണ്ടിരുന്നേനെ. പക്ഷെ ഞാൻ വല്ലപ്പോഴും അവനെ കാണാൻ പോകുന്നത്. അപ്പോൾ കർത്താവിനെ ഞാൻ പറഞ്ഞു, കർത്താവെ സത്യമാണ് നീ പറഞ്ഞത്. എൻ്റെ ഉള്ളിൽ എൻ്റെ മകനോട് തോന്നുന്ന സ്വാഭാവികമായ സ്നേഹം പോലും അവനോടില്ല. ആഹാരം കൊടുത്തു, വസ്ത്രം കൊടുത്തു, നല്ല ബെസ്റ്റായിട്ട് എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു. പക്ഷേ ഈ സ്നേഹമെന്ന് പറയുന്ന ഒരൊറ്റ ഡിമാൻഡ് മാത്രം എൻ്റെ ഹൃദയത്തിലുണ്ട്, എൻ്റെ ശരീരത്തിൽ ആ സാധനം, ആ ഹോർമോൺ ഉണ്ടാകുന്നില്ല. നിങ്ങളോട് എനിക്ക് സ്നേഹമൊന്നുമില്ല, സത്യമാണ്. എൻ്റെ സ്ഥാനത്ത് കർത്താവ് എന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എത്ര സ്നേഹമായിരുന്നേനെ നിങ്ങളോട്. പക്ഷേ ഐ എം ഹെൽപ്ലെസ്. എൻ്റെ ശരീരത്തിൽ അതുണ്ടാവില്ല. ഞാൻ നിങ്ങളെ നാളെ വഴി കണ്ടാൽ പോലും ഓർക്കാനും സാധ്യതയില്ല. ഈ വർഷം അവസാനം വയനാട്ടിൽ ഒരു ചർച്ചിൻ്റെ കൺവെൻഷന് ചെന്നപ്പം
കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ക്യാമ്പാണ്. ചർച്ചിൻ്റെ ക്യാമ്പിന് ചെന്നപ്പം ഒരു ക്യാമ്പ് സെൻറ്ററിലാണ്. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, പാസ്റ്റർ എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, കണ്ടിട്ടുണ്ടല്ലോ, നല്ല ഓർമ്മയുണ്ട്, ആരാന്ന് പറയാൻ പറ്റുന്നില്ല. അന്നേരം പുള്ളി പറഞ്ഞു, കഴിഞ്ഞ വർഷം പാസ്റ്റർ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് 2-3 ദിവസം താമസിച്ചത്. ഇതാണ് എൻ്റെ ഓർമ്മ. വഴി നാരെങ്കിലും തട്ടിയിട്ടാവില്ല, ആരാന്നറിയാൻ മേലാത്ത അത്ര മറവിയുള്ള ഞാൻ നിങ്ങളോട് എനിക്ക് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല, റിയലി ഇല്ല. ഇതൊരു വലിയ ഫെയിലിയറാണ്. ഞാനിവിടെ സംസാരിക്കുന്ന സ്ഥാനത്ത് യേശു ആയിരുന്നുവെങ്കിൽ ഇങ്ങനൊന്നും അല്ല. അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ മാർക്ക് 0 കൊച്ചിനെ വളർത്തിയതിന് 0. കാരണം ഇവിടെ ഒന്നും ദൈവം ഡിമാൻഡ് ചെയ്ത ആ ഒരു ഒറ്റക്കാര്യം പ്രൊഡ്യൂസ് ചെയ്യാൻ എൻ്റെ ശരീരത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മനുഷ്യ ശരീരങ്ങളിൽ ഒന്നിലും ദൈവത്തിൻ്റെ ന്യായപ്രമാണം പൂർത്തിയാകുന്നില്ല. കാരണം പൂർത്തിയാകാത്തതിൻ്റെ കാരണം ന്യായപ്രമാണം മോശമായതുകൊണ്ടല്ല, ഇതനുസരിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ മോശമായതുകൊണ്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്താലും പുകഴുവാൻ ഒന്നുമില്ല. കാരണം ദൈവം ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആകെ മൊത്തം ടോട്ടൽ ഒരു 0. ഇവിടെ നമ്മൾ ദയനീയമായി പരാജയപ്പെട്ട ഒരു നിസ്സഹായരാണ്. ഇതാണ് പാപത്തിൻ്റെ സ്ലേവറി. വാട്ട് എവർ ഐ ഡു, ഐ ആം ഇൻ സിൻ. ഇതെന്നെ വളരെ വളരെ വേദനിപ്പിച്ചു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ ബാംഗ്ലൂർ തന്നെ വന്ന് ഇവരുടെ അടുത്തൊരു വീടെടുത്തോട്ടെ, എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും വന്ന് ഇവനെ കാണാം. അപ്പം കർത്താവ് പറഞ്ഞു, നീ കെയർ സെൻ്ററിൻ്റെ അകത്ത് വീടെടുത്താലും ഈ സ്നേഹം എന്ന് പറഞ്ഞൊരു സാധനം നിന്നിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ നീ അഭിനയിക്കുകയുള്ളൂ. സംഗതി ശരിയാണ്. അപ്പോൾ എനിക്ക് ഇത്രയും പണി ചെയ്തതിന് കിട്ടിയ മാർക്ക് എത്രയാണെന്നറിയോ? 0. ദൈവം ഒരു കാര്യം നോക്കുന്നുള്ളൂ, ഈസ് ഇറ്റ് ഡൺ ഇൻ ലവ് ഓർ നോട്ട്? ആ വികാരം ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, ശരീരം പോക്കാണ്. 0. പത്രോസിന് ഇതേ അനുഭവം ഉണ്ടായല്ലേ? പത്രോസിനോട് ഒരിക്കൽ യേശു പറഞ്ഞു, നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് സാത്താൻ ആലോചന ചോദിച്ചു, ഞാനോ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ വേണ്ടി നിനക്കായി അപേക്ഷിച്ചു. അപ്പോൾ പത്രോസ് പറയാം, എൻ്റെ കർത്താവേ, നീ എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നു? നീ എനിക്ക് വേണ്ടി അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നിൻ്റെ കൂടെ മരിക്കാനും നിൻ്റെ കൂടെ തടവിലാകുവാനും തീരുമാനം എടുത്തിട്ടുള്ള ഒരാളാണ്. എത്ര പേരുണ്ട് അങ്ങനെ തീരുമാനം എടുത്തിട്ടുള്ളത്? നമ്മുടെ തീരുമാനങ്ങളൊക്കെ ഭയങ്കര തീരുമാനങ്ങൾ. കർത്താവ് അവനോട് നേരത്തെ പറഞ്ഞായിരുന്നു, പഴയ നിയമത്തിൽ 2 കൽപ്പനയുണ്ട്. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. പുതിയ നിയമത്തിലാകെ ഒരു കൽപ്പനയുള്ളൂ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും അങ്ങോട്ട്. അപ്പം നിങ്ങളുടെ കഴിവ് പോരാ, പൂർണ്ണ ശക്തി പോരാ, പൂർണ്ണ ബലം പോരാ, പൂർണ്ണ ഒന്നും പോരാ. യേശു എന്നെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്നയാളെ സ്നേഹിക്കും. ഇത് യോഹന്നാൻ 15:12. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ ചോദിക്കും, കർത്താവ് എങ്ങനെ നീ എന്നെ സ്നേഹിച്ച്? അപ്പോൾ കർത്താവ് അടുത്ത വാക്യം പറയും, സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാളും അധിക സ്നേഹം ആർക്കും ഇല്ല. അപ്പം പുതിയ നിയമത്തിലെ ഓരോ പ്രവൃത്തികളും പരിശോധിക്കപ്പെടുന്നത് ഈ സ്നേഹം വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഈ 15-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കർത്താവ് പറയുന്നത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ആകെ ഒരു കൽപ്പനയുള്ളൂ, അത് ഈ സ്നേഹമാണ്. അത് നിങ്ങളുടെ ശരീരത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ പത്രോസിനൊരു കാര്യം അറിയാം, യേശുവിനോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷേ യേശുവിനോട് സ്നേഹമാണെങ്കിൽ അവന് വേണ്ടി മരിക്കുന്നതിലൂടെയാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ പത്രോസ് പറയുന്നത്, എനിക്ക് നിന്നോട് അകപ്പയുണ്ട്, ഞാൻ അതുകൊണ്ട് മരിച്ച് നിനക്ക് വേണ്ടി അത് തെളിയിക്കാം. നിന്നെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ പൊക്കോളാം, നിന്നെ ആരെങ്കിലും കൊല്ലുവാണെങ്കിൽ ഞാൻ മരിച്ചോളാം. സ്നേഹമുണ്ടോ? സ്നേഹമുണ്ട്. കർത്താവ് പറഞ്ഞു, മോനെ പത്രോസേ, രാവിലെ നേരം വെളുക്കുന്നവരെ പിടിച്ച് നിൽക്കാൻ പോലുള്ള കപ്പാസിറ്റി തീരുമാനത്തിനില്ല. കാരണം അത്ര കഠിനമായൊരു മണിക്കൂറാണ് വരുന്നത്. ഈ കഠിനമായ മണിക്കൂർ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ പിടിച്ചു നിൽക്കാൻ ഈ പത്രോസിന് അവൻ്റെ കയ്യിലുള്ള സാധനം കൊണ്ടൊന്നും നടക്കുകയില്ല. അപ്പോൾ അഗപ്പേ എന്ന് പറയുന്നൊരു സാധനം ഇവൻ്റെ ഉള്ളിൽ ഉണ്ടെന്നാണ് ഇവൻ ചിന്തിക്കുന്നത്, പക്ഷെ അവൻ്റെ ഉള്ളിൽ അതില്ല. അത് കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിൻ്റെ ഉള്ളിലുള്ളത് ഒരു സഹോദര സ്നേഹം മാത്രമാണ്, ഒരു ലൈക്കിംഗ് ആണ്, ഒരു ഇഷ്ടമാണ്. അല്ല, ജീവൻ കളയാനുള്ള സ്നേഹവും നിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല. കാരണം നിൻ്റെ ജഡത്തിനകത്ത് അതുണ്ടാകില്ല. പത്രോസിനത് മനസ്സിലായില്ല. നമുക്കറിയാം എന്താ സംഭവിച്ചത്. രാത്രിയിൽ അവൻ തള്ളിപ്പറഞ്ഞു, 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു നമുക്കറിയാം. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പിന്നെ അവനെ റിസ്റ്റോർ ചെയ്യുന്നൊരു ഭാഗത്ത് കർത്താവ് അവനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. വീണ്ടും ഈ അഗപ്പയെ കൊണ്ടുപോയി കർത്താവ് വിടുവാണ്.
വീരവാദം എങ്ങനെയുണ്ട്? നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. എന്താ, ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ ഉത്തരം പറഞ്ഞ്? ഉവെന്നല്ല, ഇല്ലയെന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. വായിച്ചു നോക്കി, അങ്ങനെ തന്നെയാണോന്ന്. യോഹന്നാൻ 20:15 വായിച്ചു നോക്കി. ഇല്ലയെന്ന് തന്നെയാണ്. വായിച്ചോ? എടുത്തില്ല ആരും? 21:15. യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. ഉവെന്നാണോ? ഷൂറാണോ? ഒന്നുകൂടെ ചോദിച്ചേ. ഉവ് കർത്താവേ, എനിക്ക് നിന്നോട് അതാ ചോദിച്ചെന്താ. ഈ തമിഴിൽ എങ്ങനെയാണെന്നറിയോ? അമ്പായി ഇരിക്ക എന്ന് ചോദിച്ചേ. ഉത്തരം നേശിക്കുന്ന. ഗ്രീക്കിൽ ചോദിക്കുമ്പം അകപ്പേ ഉണ്ടോ മോനേന്നാ ഉത്തരം. ഫീലയോ ഉണ്ടെന്ന്. ഇംഗ്ലീഷ് വായിക്കുന്ന ഒത്തിരി വിവരമുള്ളവർക്ക് അത്ര അങ്ങോട്ട് മനസ്സിലാവില്ല. പക്ഷെ തമിഴും മലയാളവും തെലുങ്കും ഹിന്ദിയും ഒക്കെ വായിക്കുന്നവർക്ക്, ഗ്രീക്കും ഒക്കെ വായിക്കുന്നവർക്ക് മനസ്സിലാവും. കർത്താവ് ചോദിച്ചത് കഞ്ഞി ഉണ്ടോയെന്നാണെങ്കിൽ ഇവൻ പറയുന്നത് പയറുണ്ടെന്ന്. സ്നേഹമുണ്ടോയെന്നാണ് ചോദ്യം, പക്ഷേ അകപ്പേ ഉണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം തോറ്റു പോയത് ഒരു പ്രാവശ്യം. ഇനി അടുത്ത പരീക്ഷണം വന്നാൽ തോക്കുമെന്ന് ഉറപ്പുവാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു, കർത്താവ് എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട്. പ്രിയം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, ഇഷ്ടമുണ്ട്. ശരീരത്തിൽ എന്തുണ്ടാകുന്നില്ല? തീരുമാനങ്ങൾ കൊണ്ടുണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ തീരുമാനിച്ചുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ശരീരം ശരിയല്ലാത്തതുകൊണ്ട് നടക്കില്ല എന്ന് സത്യമായിട്ട് ഈ രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇറ്റ്സ് നോട്ട് പോസിബിൾ. രണ്ടാമത്തെ ചോദ്യം. യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അത്രയേ ഉള്ളൂ. ഇവരിലധികമായൊന്നുമില്ല. ഗ്രേഡ് ഇതിൽ കുറച്ച്. അതിന് കർത്താവ് എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. അപ്പം വ്യത്യാസമൊന്നുമില്ല. സ്നേഹത്തിൻ്റെ ഗ്രേഡ് മാത്രം കർത്താവ് ഒന്ന് കുറച്ചു. മൂന്നാമത്തെ ചോദ്യം. ഇവിടെ മാത്രമാണ് ശരിക്കും പത്രോസ് ഉവ്വെന്ന് പറഞ്ഞത്. കാരണം ചോദ്യം അവന് പറ്റിയ ചോദ്യമായിരുന്നു. പത്രോസെ, നിനക്ക് എന്നോട് പ്രിയമുണ്ട്. ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? പത്രോസ് ഇത് കേട്ടപ്പോൾ ദുഃഖിച്ചു. കാരണം പ്രിയമാണ് ഇപ്പോൾ ഇനി പരീക്ഷിക്കപ്പെടാൻ പോകുന്നത്. ഇത്ര നേരം സ്നേഹം ഉണ്ടോയെന്ന് പറഞ്ഞാൽ അത് പൊളിഞ്ഞു. പ്രിയമുണ്ടെന്ന് 2 പ്രാവശ്യം പറയും. ഇപ്പോൾ പേടിയല്ല. ഇപ്പോൾ കർത്താവുണ്ട് പ്രിയമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇവൻ കരയാൻ തുടങ്ങി, ദുഃഖിക്കും. നിന്നോട് എനിക്ക് പ്രിയമുണ്ടെന്ന് നിനക്കറിയാമല്ലോ എന്നതുകൊണ്ട് പറഞ്ഞു. കരഞ്ഞോണ്ടാണ് പറയുന്നത്. കാരണം പത്രോസ് തീർന്നു പ്രിയ സഹോദരങ്ങളെ. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവൻ നുറുങ്ങിപ്പോയി. അവൻ്റെ ശരീരത്തിനകത്ത് ഈ സ്നേഹം ഉണ്ടാകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ കരഞ്ഞൊരു കരച്ചിലുണ്ടല്ലോ. യേശു അവനെ നോക്കിയപ്പം ആ കരച്ചിലാണ് അവൻ്റെ ശരിക്കുള്ള മാനസാന്തരം. അവനൊരു കാര്യം മനസ്സിലായി. ഈ ദൈവം എന്നിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന 1 മണിക്കൂർ അവൻ്റെ കൂടെ ഇരിക്കുക എന്ന് കർത്താവ്. 1 മണിക്കൂറെങ്കിലും നിനക്ക് എൻ്റെ കൂടെ ഒന്ന് ഇരുന്നു കൂടെ എന്ന് കർത്താവ് പ്രാർത്ഥിക്കാവുന്ന സമയത്ത് ചോദിച്ചപ്പം 1 നാഴിക അല്ലേ, ഇരിക്കാൻ പറ്റത്തില്ല. എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അതൊന്നും സാധിക്കില്ല, ഇഷ്ടമല്ല. ഇതിനകത്തുണ്ടെന്ന വികാരങ്ങൾ ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒന്നും ഉണ്ടാക്കാൻ എത്ര വർഷം കഴിഞ്ഞ വിശ്വാസിയാണെങ്കിലും ആ ശരീരം കൊണ്ട് സാധിക്കില്ല. അപ്പോൾ യോഹന്നാനോട് യേശു പറയുകയാണ്, പത്രോസിനോട് യേശു പറയാണ്, അവസാനം നമുക്ക് ഞാൻ വായിക്കാം. എൻ്റെ ആടുകളെ മേയ്ക്കുക. അതിനുശേഷം ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തിന് നിൻ്റെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനർത്ഥം ഇതാണ്, നീ യൗവനക്കാരനായിരുന്നപ്പോൾ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ടിരുന്നത് നിൻ്റെ സ്വന്തം ഇഷ്ടമാണ്, വില്ലാണ്. അതനുസരിച്ച് നടക്കുന്നിടത്തോളം കാലം നീ പ്രാണൻ്റെ ആളാണ്. ഈ പ്രാണനിൽ നിന്നുണ്ടാവില്ല, മരിക്കാനുള്ള സ്നേഹം ഉണ്ടാവില്ല, അകപ്പ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിനക്ക് സ്നേഹമില്ലാത്തത്. സ്നേഹമില്ലാത്തതിൻ്റെ കാരണം നീ തന്നെ അരക്കെട്ടി നിനക്കിഷ്ടമുള്ളിടത്ത് നടക്കുന്നൊരു സ്വഭാവമാണ് ഇപ്പോഴും നിനക്കുള്ളത്. വീട്ടിലും നാട്ടിലും കൂട്ടിലും എവിടെ ചെന്നാലും എൻ്റെ ഇഷ്ടം ഇതാണ് എന്ന് നടന്നേ പറ്റുള്ളൂ. അതാണ് ഞാൻ. ആ ഞാൻ ഒരിക്കലും എന്തില്ല, അകത്ത് അകപ്പ ആരോടും ഇല്ല. കർത്താവ് പറയാണ്,
വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിൻ്റെ അര കെട്ടി നിനക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പം വയസ്സനായ ശേഷം നീ എന്ത് ചെയ്യുന്നറിയോ? മരിക്കാൻ തയ്യാറാവും. അപ്പോൾ വേറൊരുത്തൻ കൈ നീട്ടാൻ പറയുമ്പം നീ സന്തോഷമായിട്ട് കൈ നീട്ടിക്കൊടുക്കും, കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. അടുത്ത വാക്യം 19. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു. അപ്പം ഇന്നവന് മരിക്കാൻ പറ്റില്ല, അവൻ്റെ ഉള്ളിൽ അകപ്പയില്ല. പക്ഷേ വയസ്സാവുമ്പോഴേക്കും അവൻ്റെ ശരീരത്തിൽ നിന്നല്ലാതെ അവൻ്റെ ഉള്ളിൽ ഈ അകപ്പയെ നിറയ്ക്കാൻ ദൈവത്തിന് കഴിയും. അന്ന് അവൻ കൈ നീട്ടും, വേറൊരുത്തൻ വന്നവനെ പിടിച്ചുകൊണ്ട് പോകും, അവന് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പോകും. ചെറുപ്പകാലത്താണ് അവൻ ഒരിക്കലും പോകാത്ത സ്ഥലത്ത് അവൻ പോകും, അവിടെ അവൻ മരിക്കും. മരണം കൊണ്ട് ദൈവത്തെ പത്രോസ് മഹത്വപ്പെടുത്തും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ രക്ഷപ്പെടാനുള്ള വഴി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. രക്ഷപ്പെടാനുള്ളൊരു വഴി ഇവിടെ പറഞ്ഞിരിക്കുന്നത് റോമാലേഖനം 7-ാം അധ്യായം നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് കൊണ്ടുവരാം. റോമാലേഖനം 7-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് 24-ാം വാക്യം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പോൾ എന്നെ ആര് വിടുവിക്കും? ഈ ശരീരം വളരെ പ്രശ്നമാണ്. ഈ പ്രശ്നമായ ശരീരത്തിൽ നിന്ന് 24-ാം വാക്യം, പ്രശ്നമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഇപ്പം ഈ ശരീരം എന്നെ വല്ലാതെ ബലഹീനനാക്കുന്നുണ്ട്. ബാക്കിയുള്ളിടത്തെല്ലാം ചിന്തകളെ വഴിതിരിച്ചുവിടുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ ശരീരത്തെ വഴിതിരിച്ചുവിടാനൊന്നും പറ്റിയല്ല. ഇതിൻ്റെ വികാരങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇത് എങ്ങനെ ഞാൻ രക്ഷപ്പെടും? അതിൻ്റെ ഉത്തരം എവിടെ വരുന്നതെന്നറിയോ? 8-ാം അധ്യായത്തിലേക്കാണ് വരുമ്പോൾ. 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഇങ്ങനെയാണ്. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സദൃശ്യത്തിലും പാപനിമിത്തം അയച്ചു. അപ്പം ദൈവത്തിൻ്റെ സൊല്യൂഷൻ ഒരു പകരം വേറൊരാളെ അയക്കുക എന്നുള്ളതായിരുന്നു. കേട്ടോ ഞാൻ പറഞ്ഞ്? നമ്മുടെ ശരീരം കൊള്ളില്ലാത്തതുകൊണ്ട് ഇതേ പാപജഡത്തിൻ്റെ സദൃശ്യത്തിൽ പുത്രനെ അയക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ തീരുമാനം. ഇതെങ്ങനെയാണ് നമ്മൾ നാളെ രാവിലെ കാണും. അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ ഒരു കഥ കൂടെ പറയാം. ഒരു ക്ലാസ്സിൽ 2 തരം പിള്ളേരുണ്ട് എന്ന് വിചാരിച്ചു. ഉണ്ടല്ലോ, ജയിക്കുന്നവരും തോക്കുന്നു. അതിലൊരു വിഭാഗം പിള്ളേർ എത്ര ശ്രമിച്ചാലും ജയിക്കാത്ത, അവൻ എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഒരു പയ്യനുണ്ടെന്ന് വെച്ചോ, ഒന്നും എഴുതാൻ അറിയത്തില്ല. വേറെ പിള്ളേരൊക്കെ പരിശ്രമിച്ചാൽ ജയിക്കാവുന്നവരാണ്. അങ്ങനെ 2 തരമുണ്ട്. തോക്കുന്ന പിള്ളേർ തന്നെ അല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഈ അധ്വാനിച്ചാൽ ജയിക്കാമെന്നുള്ളവന് ഒരു നല്ല വാർത്ത കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ഈ പ്രാവശ്യം എക്സാം എളുപ്പമായിരിക്കുമെന്ന് പറഞ്ഞാൽ മതി. അല്ലെ പറഞ്ഞാൽ മതി, മോനെ കുറച്ചുകൂടെ അധ്വാനിക്കുക, നിനക്ക് നല്ല മാർക്ക് മേടിച്ച് പാസ്സാവുമെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ എന്ത് എഴുതിയാലും ആർക്കും വായിക്കാൻ പറ്റാത്ത ഒരുത്തൻ, അവൻ്റെ ആൻസർ ഷീറ്റിൽ 1/2 മാർക്ക് ആരെങ്കിലും ഇട്ടാൽ അവൻ്റെ ജോലി പോവും. അതുപോലെ ഒരൊറ്റ അക്ഷരം പോലും എഴുതാത്തൊരു പയ്യനുണ്ട്. അവനോടൊരു നല്ല വാർത്ത എങ്ങനെ കൊടുക്കും? ഓൾ പ്രൊമോഷൻ കൊടുക്കുകയല്ല, അവസാനം ന്യായവിധി ഉണ്ടല്ലോ. ഞാനൊരു സദ്വാർത്ത പറഞ്ഞു നോക്കട്ടെ, വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഈ ടീച്ചർ ഇവൻ്റെ അടുത്ത് നിന്നിട്ട് പറയാം, മോനെ നീ എന്തായാലും എക്സാം എഴുതാൻ പോകുന്നില്ല, ഞാൻ നിനക്കൊരു നല്ല വാർത്ത പറഞ്ഞുതരാം. ഇതാണ്, ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ ഇടുന്നത് ഞാനാണ്. നല്ല വാർത്തയാണോ? നല്ല വാർത്തയാണ് ഒരർത്ഥത്തിൽ. ഇപ്പം ചോദിക്കും, ആണോ ടീച്ചറെ? അങ്ങനെയാണെങ്കിൽ ഈ എക്സാമിനേഷന് വേണ്ട കുറച്ച് ചോദ്യങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ പറയടാ, ചോദ്യങ്ങൾ എത്ര തന്നാലും ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ തന്നാലും നിനക്കൊന്നും എഴുതാൻ പറ്റില്ല. നമുക്കറിയാം, നമുക്കിതെല്ലാം അറിയാൻ മേലെ, സ്നേഹിക്കണമെന്നും കരുണ കാണിക്കണമെന്നും. ക്വസ്റ്റ്യൻ അറിയാൻ വയ്യാത്തതുകൊണ്ടാണോ നമ്മളനുസരിക്കാത്തത്? നമുക്കിത് അന്നോട്ടേ അറിയാലോ, പക്ഷെ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ അറിയാൻ വയ്യാത്തതുകൊണ്ടാണോ? അല്ല, നേരത്തെ അറിയാവുന്ന കാര്യങ്ങളാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നടക്കില്ല. അടുത്ത സദ്വാർത്ത, മോനെ ഈ പ്രാവശ്യം നിങ്ങളുടെ പരീക്ഷാ പേപ്പർ നോക്കുന്നത് ഞാനാണ്. അപ്പോൾ ഇവൻ പറയും, അങ്ങനെയാണെങ്കിൽ ടീച്ചറെ എവിടെയെങ്കിലും കുറച്ച് മാർക്കൊക്കെ ഇട്ട് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി തന്നു. അപ്പോൾ ടീച്ചർ പറയും, നിൻ്റെ പേപ്പറിൽ എവിടെയെങ്കിലും 1/2 മാർക്ക് ഇട്ടാൽ എൻ്റെ പണി പോകും. അത് പറ്റില്ല, അനീതിയാണ്. അപ്പോഴും പറയും, പിന്നെ എന്ത് സദ്വാർത്തയാണ് ടീച്ചർ? ഇനി എന്തെങ്കിലും ആലോചിക്കാൻ പറ്റുമോ? മനുഷ്യൻ്റെ ആലോചന ഇവിടെ തീർന്നു. ദൈവത്തിൻ്റെ ആലോചന വേറൊന്നായിരുന്നു. ദൈവത്തിൻ്റെ ആലോചന എങ്ങനെ? ഇതിങ്ങനെയാണ്. മനുഷ്യരുടെ ഇടയിൽ നടക്കുന്നില്ല എന്നല്ല, പക്ഷേ ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. ടീച്ചർ പറയാണ്, എടാ
നിനക്ക് ഡിസ്ലെക്സിയ, അതായത് എഴുതാനും വായിക്കാനും നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന്, വളരെ സിവിയറായിട്ടുള്ള ഡിസ്ലെക്സിയ, അതായത് ലേണിംഗ് ഡിസോർഡർ ഉണ്ടെന്ന് സൈക്യാട്രിക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് നിനക്ക് എക്സാം എഴുതുമ്പം ഒരു സ്ക്രൈബിനെ പകരം വെച്ച് എഴുതിപ്പിക്കാം. അപ്പോൾ ഇയാൾ പറഞ്ഞു, സ്ക്രൈബിനെ വെച്ചിട്ട് തന്നെ കാര്യം, ഞാൻ പറഞ്ഞു കൊടുത്താലേ അയാൾ എഴുതുള്ളൂ, എനിക്ക് എന്തെങ്കിലും അറിയണ്ടേ, ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എഴുതുന്ന ആളാണ് ആര്? സ്ക്രൈബ്. അപ്പോൾ ഈ ടീച്ചർ പറയാം, ഈ പ്രാവശ്യം നിൻ്റെ സ്ക്രൈബ് ഞാനാണ്. എത്ര മാർക്ക് കിട്ടും അവന്? ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത വാല്യൂ ചെയ്യുന്ന അതേ ആൾ തന്നെ ഇവൻ്റെ സ്ക്രൈബുമായിട്ട് വന്നാൽ എത്ര മാർക്ക് കിട്ടും? ഫുൾ മാർക്ക്. അപ്പോൾ ഈ വെറും പൊട്ട മാർക്ക് മേടിക്കുന്ന എന്നെ എങ്ങനെ ഫുൾ മാർക്ക് കിട്ടുന്ന ആളാക്കുന്നതെന്നറിയാം? എനിക്ക് പകരം വേറൊരാൾ എൻ്റെ എക്സാം എഴുതിക്കൊണ്ടാണ്. ഈ അമ്മാവൻ എവിടെ ഉണ്ട്? അമ്മാവൻ വീട്ടിലുണ്ട്. 4-ാം ദിവസമായപ്പോൾ കൊച്ചു വിചാരിക്കും, എൻ്റെ ദൈവമേ, അമ്മാവനോടൊരു സ്നേഹമെന്ന് നിൻ്റെ കൽപ്പന അനുസരിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന് പറയുമ്പം കർത്താവ് പറയും, നിന്നെക്കൊണ്ട് പറ്റിയല്ല, നിൻ്റെ ശരീരത്തിൽ ഇതുണ്ടാവില്ല. അപ്പം കർത്താവ് പറയും, എന്നാൽ പിന്നെ കർത്താവ് ചെയ്യാമോ? ആയിക്കോട്ടെ. അപ്പം പറയാം, ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. എന്നിട്ട് ആ അമ്മാവനെ നോക്കിക്കേ, വാ, എന്തൊരു മാറ്റം! ഈ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ജീവനാണ്. ഈ ജീവനിലൂടെ, ക്രിസ്തുവിൻ്റെ ജീവനിലൂടെ നമ്മൾ നോക്കിക്കഴിയുമ്പം എവറിത്തിങ് ഈസ് ഡിഫറെൻറ്റ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ പകരക്കാരൻ ക്രൂശിൽ നമുക്ക് പകരം മരിച്ചു എന്ന് മാത്രമല്ല, അവൻ നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നമുക്ക് പകരം ഇന്നും ജീവിക്കും. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സീറോ മേടിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, പക്ഷേ സീറോ മേടിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടത്ര സീറോ വരും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കർത്താവിനോട് പറയാം, കർത്താവേ, നീ ആയിരുന്നെങ്കിൽ ഇതിങ്ങനൊന്നും അല്ലായിരുന്നു. നിൻ്റെ പ്രസംഗം കേട്ടിട്ട് 15,000-ഓളം പേര്, അതും രക്ഷിക്കപ്പെടാത്തവർ, ആത്മാവില്ലാത്തവർ, 3 ദിവസം വിശപ്പും ദാഹവും ഇല്ലാതെ ഇരുന്ന് കേട്ടു. ആ 3 ദിവസവും നീ പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെയാണെങ്കിൽ എൻ്റെ പ്രസംഗം 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ആൾക്കാർ വാച്ചിലൊക്കെ നോക്കാൻ തുടങ്ങും. കൃപയുടെ വ്യത്യാസം അത്. കർത്താവ് എന്ന് പറഞ്ഞാൽ കൃപയുടെ ഭയങ്കര നിറവായിരുന്നു. അപ്പോൾ കർത്താവ് പ്രസംഗിച്ചതിൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടാൻ എന്താ വഴിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഞാൻ കർത്താവിൻ്റെ പറയാം, കർത്താവ്, ഞാനല്ല, നീയാണ്. ഞാൻ പൊട്ടനാണ്, വിവരമില്ലാത്തവനാണ്, മൃഗത്തെ പോലെയാണ്. പക്ഷേ ഞാനല്ല, നീ എന്നോട് സംസാരിച്ചു. പണ്ടൊരു സമയത്ത് ഞാൻ തൃശ്ശൂർ വന്നപ്പോൾ ഒരു മോനൊരു പാട്ട് പാടി, പാസ് മീ നോട്ട് ഓ ജെൻറ്റിൽ സേവിയർ, പോകല്ലേ കടന്നെന്നെ എന്നൊരു പാട്ടുണ്ട്, പഴയ മലയാളം പാട്ട്. ഇംഗ്ലീഷിലുണ്ടത്, പാസ് മീ നോട്ട് ഓ ജെൻറ്റിൽ സേവിയർ. ഫാനി ക്രോസ്ബി എന്ന് പറഞ്ഞ അന്ധയായൊരു സഹോദരി എഴുതിയ പാട്ടാണ്. അപ്പോൾ അടുത്തിരിക്കുന്നവനെ ഇപ്പുറത്തിരിക്കുന്നവനെ അനുഗ്രഹിച്ചിട്ട് നീ എന്നെ അനുഗ്രഹിക്കാതെ പോകല്ലേ എന്നാണ് പാട്ട് പറയുന്നത്. അപ്പം ഞാനത് എന്തിനാ അങ്ങനെ പറയുന്നത്? കർത്താവ് അങ്ങനെ ചുമ്മാ വിട്ടിട്ട് പോവോ? ശരി, അങ്ങനെ പാടേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ട് സ്റ്റേജിലോട്ട് വന്ന് നിന്നു. സ്റ്റേജിലേക്ക് വന്ന് നിന്ന ഉടനെ കർത്താവ് എന്നോടൊരു ചോദ്യം, ഇവരോട് എന്തൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന് നിനക്കറിയാമോ? ഞാൻ പറഞ്ഞു, അറിയാം. കർത്താവിൻ്റെ ശബ്ദം പിന്നെയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, അവൻ എന്നെ കടന്നുപോയി. കാരണം എന്താ? എനിക്കറിയാൻ വയ്യാതെ വരുമ്പോഴാണ് ഞാൻ പറയുന്നത്, കർത്താവേ, ഈ പുൾപ്പിറ്റിൽ നീ എന്നെ അനാഥനാക്കി വിടരുത്, നീ എനിക്ക് പകരം സംസാരിക്കണം. അപ്പോൾ കർത്താവ് എനിക്ക് പകരം സംസാരിച്ചാൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളോട് കർത്താവ് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ ബലഹീനമായ വാക്കുകളിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് സംസാരിക്കാൻ ഞാൻ എപ്പോഴെല്ലാം കർത്താവേ നീ സംസാരിക്കണമെന്ന് ഞരങ്ങിയിട്ടുണ്ടോ അപ്പോഴെല്ലാം കർത്താവ് എന്നിലൂടെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് കിട്ടുന്ന പ്രതിഫലം ഞാൻ പ്രസംഗിച്ചതിൻ്റെ അല്ല, ഞാൻ എന്തിനു വേണ്ടി ഞരങ്ങിയോ അതാണ് എൻ്റെ നീതിയായി കണക്കിടപ്പെടുന്നത്. അപ്പോൾ യേശു വന്ന് സംസാരിച്ചതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ നടക്കുന്നത്. എത്രപേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? അവൻ്റെ നീതി എൻ്റെ അക്കൗണ്ടിൽ വരണമെങ്കിൽ ഞാനല്ല, അവൻ എന്നിലൂടെ ജീവിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് വീട്ടോട്ട് ചെല്ലുമ്പം നിങ്ങളല്ല, നിങ്ങൾ മരിച്ചു ഓൺ ദ ക്രോസ്. ജീവിക്കുന്നത് ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ. ഇതൊരു ഫെയ്ത്ത്. ഇതാ ഫെയ്ത്ത്. ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് നാളെ വണ്ടി വരുമെന്നോ വീട് കിട്ടുമെന്നുള്ളതൊന്നും അല്ല. അതെല്ലാ മതങ്ങളിലുള്ള ഫെയ്ത്താണ്. ക്രിസ്തു വിശ്വാസം ഇതാണ്, ഞാൻ അവനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, അവൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ ഞാനും മരിച്ചത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ക്രൂശിൽ അവൻ എനിക്ക് പകരം മരിച്ചു എന്ന് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അവൻ എനിക്ക് വേണ്ടി നീതിയെ പൂർത്തിയാക്കി നിവർത്തിച്ചു. ആ നീതിയെ പൂർത്തിയാക്കിയ ക്രിസ്തു എനിക്ക് ഏത് സമയത്തും കൃപാസനത്തിലേക്ക് കടന്നു ചെന്ന്
അവനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ക്രിസ്തു എനിക്ക് അവൻ്റെ ആത്മാവിനാൽ അവൈലബിളാണ്. ഏത് സമയത്തും അത് കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ എനിക്ക് ഏത് സമയത്തും കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. ഇവിടെ അത് തന്നെയല്ലേ എഴുതിയിരിക്കുന്ന 8:3 ജഡത്താലുള്ള ബലഹീനത നിമിത്തം, ജഡത്തിന് കഴിയാത്തതുകൊണ്ട്. ജഡം ബലഹീനമായതുകൊണ്ട് ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സദൃശത്തിലും പാപനിമിത്തവും അയച്ചു. അവിടെ 2 കാര്യങ്ങൾ സാധിച്ചു. ഒന്ന്, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു, അപ്പം എനിക്ക് പകരം മരിച്ചു, പകരക്കാരനായി മരിച്ചു. ഇനി അടുത്ത ഭാഗം, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകും. അപ്പം നമ്മൾ നിവൃത്തിയാകില്ലായിരുന്നു ഈ ശരീരം വെച്ചുകൊണ്ട്. ഈ ശരീരം വെച്ചുകൊണ്ട് നിവൃത്തിയാകാത്തത് കൊണ്ട് യേശു പാപജഡത്തിൻ്റെ സദൃശമായൊരു ശരീരമായിട്ട് വന്ന് നിവൃത്തിയാക്കിയിട്ട് അവൻ തേജസ്കരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോയി തേജസ്കരിക്കപ്പെട്ട് അവൻ്റെ ആത്മാവിനെ നമ്മുടെ അടുത്തിട്ട് അയച്ചു തന്നു. അവൻ നമ്മളിൽ അവൻ്റെ ആത്മാവിലൂടെ അവൻ്റെ ജീവനെ നമുക്ക് തന്ന് അവൻ നമുക്ക് പകരക്കാരനായി ഓരോ സമയത്തും ഞാനല്ല, എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ ഐഡിയാസല്ല, നിങ്ങൾ എൻ്റെ പ്രസംഗത്തെ ഇഷ്ടപ്പെടാൻ വേണ്ടിയല്ല, ഞാൻ ഈ ചേസ് എന്ന് പറയുന്ന ആളുടെ ജ്ഞാനമല്ല, ഇതെല്ലാം മരിച്ചു. പകരം ക്രിസ്തു എന്നിലൂടെ സംസാരിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ മാത്രമാണ് എനിക്ക് എന്തെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ അക്കൗണ്ട് ചെയ്യാനുള്ളത്. അല്ലാതെയുള്ള എന്നെ എല്ലാ പ്രവൃത്തികളും 0 മാർക്ക് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻ ക്രൈസ്റ്റ് വി ആർ പെർഫെക്റ്റ്. ബാക്കി എല്ലായിടത്തും ഞാൻ 0ആണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ പാപബോധം എന്ന് പറയുന്നത് വളരെ ആഴമായിട്ട് നമ്മുടെ ഹൃദയങ്ങൾക്കകത്തോട് ചെല്ലുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ലോകത്തിലുള്ള എല്ലാവരോടും കരുണ കാണിക്കാൻ സാധിക്കും. കാരണം ഞാനും അവനും എല്ലാം ഒരേ സാധനങ്ങളാണ്. നമുക്ക് പിന്നെ കുറച്ചുകൂടെ നല്ല അഭിനയിക്കാൻ കഴിയുന്നു എന്നുള്ളതല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഈ അമ്മാവനോട് ഈ മോള് പറയുക, ഞാനല്ല, ക്രിസ്തു അത്ര ജീവിക്കുന്ന അമ്മാവ, എങ്ങും പോകണ്ട, ഇവിടെ തന്നെ താമസിച്ചോ. ഇതാണ് പാപത്തിൻ്റെ 4ാമത്തെ തലം നമ്മളിവിടെ കാണുന്നത്. തീർക്കാൻ പോവാണ് 1 മിനിറ്റ് മോർ. ഓക്കെ. പക്ഷേ ഈ കൊച്ചു അങ്ങനെ പറയുന്നില്ല. കാരണം വിഷമമാണ്. നാളെ വന്നാലോ, ഈ യേശു എല്ലാം ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എൻ്റെ ഇഷ്ടമൊന്നും നടക്കില്ല, എനിക്ക് ആകെ ശല്യമാവും. അതുകൊണ്ട് കർത്താവേ, തൽക്കാലം യേശുവെ ഞാൻ ആരാധിച്ചോളാം, സ്തോത്രം ചെയ്തോളാം, പക്ഷേ നീ എനിക്ക് പകരം വേണ്ട. കാരണം നീ എനിക്ക് പകരം വന്നു കഴിഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്യുന്നതിലൊന്നും പരിപാടി നടക്കില്ല. അതുകൊണ്ട് അമ്മാവനെ ഒന്ന് ഉപദേശിച്ച് വിട്ടേക്കാം, പോട്ടെ, ഇതെൻ്റെ ബുദ്ധി കേട്ടോ. യേശുവിനെ തൽക്കാലം വേണ്ടെന്ന് വെച്ചു. കാരണം യേശു പകരക്കാരനായി വന്ന് ഈ അമ്മാവനെ ജീവിതകാലം മുഴുവൻ നോക്കേണ്ടി വരും. ആരെ കൊണ്ട് പറ്റും? അതുകൊണ്ട് അവനെ മാറ്റി വെച്ചിട്ട് ഞാൻ എന്നെ തന്നെ, വിശ്വാസമല്ല ഇപ്പം കാഴ്ചയല്ല. നേരത്തെ എന്തായിരുന്നു? ഞാൻ പറയാം, അമ്മാവ ഇങ്ങനെ ഈ വയസ്സനങ്കാലത്ത് അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഒട്ടും ശരിയല്ല കേട്ടോ, നാട്ടുകാരതൊക്കെ പറയും. അതുകൊണ്ട് അമ്മാവൻ വീട്ടിൽ തന്നെ താമസിച്ചാൽ മതി. ചുമ്മാ എന്തിനിങ്ങനെ അലഞ്ഞിരിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത്? എല്ലാവരും ഞാൻ നോക്കുന്ന പോലെ സ്നേഹമായിട്ട് നോക്കിയെന്നൊന്നും വരത്തില്ല. ഓ, എന്തോ ഒരു നല്ല പഞ്ചാരക്കുട്ടി, ഒരു പഞ്ചാര കലർത്തിയ വാക്കിനാൽ അമ്മാവനെ തകർത്ത് കളഞ്ഞു. അവൾ ജയിച്ചു, പിന്നെ അമ്മാവൻ വന്നില്ലായിരിക്കും. പക്ഷേ യേശു പകരക്കാരനായിരുന്നാൽ അവൾക്ക് കിട്ടാമായിരുന്ന വലിയ പ്രതിഫലവും തേജസ്സും കൃപയും അവൾ ജയിക്കാൻ വേണ്ടി കളഞ്ഞു. ഇത് നമ്മൾ എറിഞ്ഞു കളഞ്ഞുകൊണ്ടിരിക്കുന്ന കൃപയെ എറിഞ്ഞു കളഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ അവസാന കാലത്ത് മനസ്സിലാവുമ്പോൾ നമുക്ക് ലജ്ജ തോന്നും. അയ്യോ കർത്താവേ, നീ എനിക്ക് പകരക്കാരനായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ തോറ്റേനെ, പക്ഷേ നിൻ്റെ പ്രതിഫലത്തിലേക്ക് ഞാൻ പ്രവേശിച്ചേനെ. ഇതിപ്പോൾ അതെല്ലാം വലിയ നഷ്ടമായി പോയല്ലോ. പൈസ മതി എന്ന് വിചാരിച്ചപ്പം കർത്താവെ നീ മതി എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എന്ത് വലിയ പ്രതിഫലമായിരുന്നേനെ. പക്ഷെ നശിച്ചു പോകുന്ന പൈസയ്ക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഓടിയത്. എൻ്റെ ശരീരത്തിലെ പാപങ്ങൾ അതിജീവിക്കാൻ കർത്താവ്, എനിക്ക് വേറെ വഴിയില്ലാതായപ്പോൾ കർത്താവ് അവൻ്റെ ശരീരത്തെ എനിക്ക് പകരം വെച്ചു. അവൻ അങ്ങനെ മരിച്ചു പുനരുത്ഥാനം ചെയ്ത് നീതിയെ പൂർത്തിയാക്കി എനിക്ക് പകരക്കാരനായി മാറി. അവനിലുള്ള വിശ്വസിക്കുന്നവരെല്ലാം ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് തന്നെ. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് പകരക്കാരനായി ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും കർത്താവേ, അങ്ങ് ഞങ്ങളിലൂടെ മഹത്വപ്പെടണമേ. അങ്ങയുടെ നാമത്തെ ഞങ്ങളിലൂടെ ഉയർത്തണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.